Assalamu alaikum. Welcome back to Lalu Media Let Us Start presents Quiz Time with Abrar and Sophia. അപ്പം സോഫിയ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് We would like to introduce ourselves again. കാരണം കുറേ കാലമായി ഐ തിങ്ക് ഒരു 3 to 4 weeks. 3 to 4 ആഴ്ചയായിട്ട് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നു, പിന്നെ കുറേ വർക്ക്സ് ഉണ്ട്. Pending assignments എല്ലാം ചെയ്ത് തീർന്നപ്പോൾ ഇപ്പോഴും ഉണ്ട് പെൻഡിങ്. പക്ഷെ ഇങ്ങനെ കാത്തിരിക്കുന്ന മോശമല്ലേ, റൈറ്റ് സോഫിയ? yes. സോ വി ഡിസൈഡഡ് ടു കം. ആൻഡ് ഓൾസോ നമ്മൾ ഇന്നിപ്പം ഡേറ്റ് 18th ആണ്. ഓൺ 18th September. ഞാൻ വിചാരിച്ചു 18 നവംബർ ആണ് കേട്ടോ. തമാശ ചിരിക്കൂ, പുസ്തകങ്ങൾ ചിരിക്കൂ. എന്നോടോ ഓക്കെ, അപ്പം ഓൺ 23rd of September സൗദി നാഷണൽ ഡേ ആണ്. ദ ഡേ വെയർ കിങ് അബ്ദുൽ അസീസ് കോങ്കേർഡ് സൗദി അറേബ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഹീറോയിസം. ഓക്കെ, സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ലൈവിൽ ആ സൗദി അറേബ്യനെ കുറിച്ചിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള questions are related with Saudi National Team. പിന്നെ നമുക്കൊരു ഗെയിം ഉണ്ട്. നമ്മൾ ഗെയിം ലാസ്റ്റ് കളിച്ചു നിർത്തിയത് ഐ വൺ 2 റൗണ്ട്സിൽ. വല്ലാത്തൊരു ഗെയിമാണ് പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഗെയിം നമ്മൾ മറ്റേ ഹെഡ്സപ്പ് കളിച്ചപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടിയിരുന്നു. മറ്റേ ഗെയിമിൽ അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്തേ, എന്തോ ഗെസ്സിങ് അഗൈൻ. Yes, I got it correct. I believe. നോ No, രണ്ടാമത്തേതാണ് ഗെസ്സിങ് ചെയ്തത്. ഫസ്റ്റത്തേൽ രണ്ടാക്കും കിട്ടിയാണ്. റൈറ്റ്. സോ നൗ ഇറ്റ് ഈസ് 2-1. സോ ഇറ്റ്സ് 2-1. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഗെയിമും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് വയ്യ, എന്താ ഇത്ര ഭയങ്കര ബുദ്ധിയാണ് എനിക്ക്. ഓക്കെ, എന്നെ വെറുതെ പിടിച്ച് ഇതാക്കാൻ ഓരോ ഗെയിം, റൈറ്റ്? യാ. അപ്പം ഈ ഗെയിം ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ഗെയിം നമുക്ക് ഓഡിയൻസിനൊക്കെ ഒന്ന് വെൽക്കം ചെയ്യാം. ഓക്കെ, ഓഡിയൻസ് സോറി കേട്ടോ, ഞാൻ കണ്ടില്ല. ഓക്കെ, ഹലോ എവ്രി വൺ. നവാസ്, ഹായ്, ഹലോ. Say to Sabit if I'm not wrong. Hi. Naz, hi. Hello. Down please. അപ്പോൾ നിങ്ങൾ പറ നിങ്ങളെ വിശേഷങ്ങൾ. ഇതിൽ ആരൊക്കെയാണ് സൗദി അറേബ്യയിൽ നിന്നുള്ളത്, ആരൊക്കെയാണ്, ആർക്കൊക്കെ സൗദി അറേബ്യയെ കുറിച്ച് കുറേ അറിയാം എന്നും കൂടി പറയണം. സൗദി അറേബ്യനെ കുറിച്ചിട്ട് കൂടുതൽ അറിവ് അതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ അറിയുള്ളൂ. അല്ല, എന്നാലും അവർക്ക് കുറച്ചൊക്കെ ഇപ്പം കുറച്ച് കാലം ഇവിടെ നിന്നാൽ അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ പറയാം, നിങ്ങൾ സൗദി അറേബ്യയിലാണോ അതോ വേറെ ഏത് സ്ഥലത്താണെന്നൊക്കെ പറയാം. അപ്പം നമ്മൾ കമന്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ കമന്റിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ നമ്മുടെ നമ്പർ തരും. ഇപ്പം തന്നെ ഞങ്ങൾ നമ്മളെ ലാലു മീഡിയ നമ്പർ, വാട്സാപ്പ് നമ്പർ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യും. കമന്റിൽ പോസ്റ്റ് ചെയ്യും. കമന്റിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നവാസ്, ഞാൻ കേരളയെന്നാണ്. ഓക്കെ, ഞാൻ കേരള. ഓൾറൈറ്റ്, കേരളയെന്നാണ്. ഓക്കെ, കേരളയെന്നാണ്. കേരള, കോഴിക്കോട്. ഹീസ് ഫ്രം കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്, നൈസ് പ്ലേസ്. സോ വി വിൽ വെയിറ്റ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങുകയാണ്. കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടി ആൾക്കാർ നമ്മൾ ലൈവ്, കാരണം ഇതെനിക്ക് തോന്നുന്നു ഇപ്പം ഈ എപ്പിസോഡ് തന്നെ ഐ തിങ്ക് ഇതിപ്പം തുടങ്ങാനിപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് 5:50 ഒരു 4 o'clock അത് ഡിസൈഡ് ചെയ്ത് നമ്മൾ ചെയ്യാം. കാരണം നമ്മൾ കുറേ ആഴ്ചയായി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഓരോരോ പരിപാടികളായിട്ട് നമ്മൾ സ്കൂൾ വർക്ക്സ് ആവട്ടെ, ഇപ്പം ഇവിടെ സൗദി അറേബ്യയിൽ എല്ലാ സ്കൂൾസും തുറന്നു, ഞങ്ങൾക്കും തുറന്നു. കുറേ ഓഫ്ലൈനായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഓഫ്ലൈനാണ്, ഓൺലൈനിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ആയതുകൊണ്ട് കുറേ കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സോഫിയ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ചെയ്യും. കാരണം സൗദി നാഷണൽ ഡേൻ്റെ അന്ന് ഒരു വീഡിയോ എപ്പിസോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. പിന്നെ നമ്മൾ എന്തിനാണ് സൗദി അറേബ്യയിൽ ജീവിക്കുന്നത് എന്തിനാണ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുന്നു. ഓക്കെ, സോ സോഫിയ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾറൈറ്റ്, കൂടുതൽ നമ്മൾ ആരും ബോറടിപ്പിക്കണ്ട. ഓക്കെ, ലാഗ് അടിപ്പിച്ച് ബോറടിപ്പിക്കണ്ട. അബ്ദുൽ അസീസ്, ഹായ്. ഹലോ. ഹായ് അബ്ദുൽ അസീസ്. കേരള സ്കൂൾ ഓപ്പൺ November 1. ഓക്കെ. ടൈമുണ്ട്. അവർക്ക് ടൈം, പക്ഷേ നമുക്ക് ടൈമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഐശ്വര്യമായിട്ട് ഞാൻ ഇതിന് തുടങ്ങാം. ഓക്കെ. ഏത് വർഷത്തിലാണ് സൗദി അറേബ്യ
അല്ല ഏത് വർഷത്തിൽ ഇപ്പം നമ്മൾ കോൺകേർഡ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ പറയും പറയരുത്, ഡേറ്റ് പറയരുത്. എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ മീൻ ആ ഇയർ പറയരുത്. അതന്നെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ കുട്ടി എൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് മനപ്പുറത്താണ്. ഞാൻ ചേഞ്ച് ചെയ്യാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. കിങ് അബ്ദുൽ അസീസ് ഏത് വർഷത്തിലാണ് സൗദി അറേബ്യ കയ്യിലാക്കിയത്? ഹീറോയിസം. ഓ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സൗദി അറേബ്യ. ഓഫ് കോഴ്സ്. കാരണം നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് സോ മെനി ഫ്രീഡം ഫൈറ്റേഴ്സ്. പക്ഷെ സൗദി അറേബ്യ ഒരു കിങ്ഡം ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കിങ്സ്, യുനോ. സോ വെരി പ്രൗഡ് ഓഫ് ഓൾ ദി കിങ്സ് ഔട്ട് ദെയർ ആൻഡ് സ്പെഷ്യലി സൗദി അറേബ്യ. Democratic country, whereas Saudi is a monarch, right? Yeah. Monarchy. Monarch. Okay. നിങ്ങൾ പറയൂ. കേരളയിൽ നിന്ന് സ്കൂൾ തുറക്കാന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യനിലായാലും ആൻസർ പറയുന്നില്ല. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. You repeat it in English as well. Okay. In which year did King Abdul Aziz conquer Saudi Arabia? ഏത് വർഷത്തിലാണ്? The answer have, I mean, somebody has answered. 1932, right? ഡേറ്റ് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു 23rd of September. കറക്റ്റ് ആൻസർ ഫസൽ CH. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. നമ്മൾ കഴിഞ്ഞ We'll have no pen in here. മുസ്തഫങ്ങൾ ഒരു പെൻ പ്ലീസ്. മുസ്തഫങ്ങൾ അവിടെ എന്താ ഭക്ഷണം കഴിക്കുക? എന്താ ചെയ്യുക അപ്പം ഇങ്ങനെ നമ്മളൊക്കെ എന്താ ചെയ്യുക? ഓക്കെ. ഇത് നമ്മൾ പേരെന്തിനാ എഴുതുന്നതെന്ന് വെച്ചാൽ Okay. So 200 episode complete ചെയ്യുമ്പോൾ 200 എപ്പിസോഡ് മൊത്തത്തിൽ ഓൾറൈറ്റ് ഞങ്ങൾ എപ്പിസോഡ് സംഭവം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. കാരണം കുറേ ന്യൂ ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പറയാം. നമ്മളിപ്പം ഈ ഷോ, അതായത് ക്വിസ് ടൈം വിത്ത് അബ്രാർ ആൻഡ് സോഫിയ ചെയ്തിട്ട് ഐ തിങ്ക് ഒരു 5 months അല്ലേ? 5 months ഒക്കെ ആയിട്ടുണ്ടാവില്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട്? റൈറ്റ്. 5 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 5 months. കറക്റ്റ്. എനിക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ കറക്റ്റ് 5 monthsന് മുമ്പാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ നമ്മളോട് ആദ്യം ചോദിച്ചിരുന്നു ഗിഫ്റ്റ് വേണം, നമ്മൾ ആൻസർ ചെയ്യും. കാരണം ഓൺലൈനിലാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഐ തിങ്ക് കൊടുത്തിരുന്നു. പകുതി എത്തിയപ്പോൾ റമദാൻ ക്വിസ് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തിരുന്നു ഗിഫ്റ്റ്. ഒരു കുട്ടിക്കും 2 വലിയ ആൾക്കാർക്കും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ക്വിസ് ടൈം വിത്ത്, അത് റമദാൻ ക്വിസ് ആയിരുന്നു. ഇത് ക്വിസ് ടൈം വിത്ത് അബ്രാർ ആൻഡ് സോഫിയയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ, അത് ലാസ്റ്റ് നമ്മൾ പ്രീവിയസ് എപ്പിസോഡ് മുതൽ നമ്മൾ ആൾക്കാരെ പേര് എഴുതി വെക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെ കൂടുതൽ ആൻസർ ചെയ്യുക അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതിപ്പോൾ മുസ്തഫങ്ങൾ പറഞ്ഞത് നമ്മൾ ലാലു മീഡിയയിൽ ടോട്ടൽ എത്ര 200 200 എപ്പിസോഡ് കംപ്ലീറ്റ് ആവുന്ന അന്ന് ഒരു ഗ്രാൻഡ് പരിപാടി മുസ്തഫങ്ങൾ പിന്നെ നമ്മളെ ഡയറക്ടേഴ്സ് എവ്രി വൺ വുഡ് ബി അറേഞ്ചിങ്. എന്നിട്ട് അതിലായിരിക്കും കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ. സോ നവാസ് പറഞ്ഞിട്ടുള്ളത് 1744 ആണ്. അല്ല. പിന്നെ അബ്ദുൽ അസീസ് പറഞ്ഞിട്ടുള്ളത് 1932. സോ അബ്ദുൽ അസീസിന്റെ കൂടി പേരൊന്ന് നോട്ട് ചെയ്യൂ സോഫിയ. ബട്ട് ഫസ്റ്റ് പറഞ്ഞത് ഫസൽ, റൈറ്റ്? സോ 2 ആൾക്കാരത് എടുക്കുന്നുണ്ടല്ലോ. ഓൾറൈറ്റ്. ഓക്കെ. അപ്പോൾ അത് രണ്ടും നമുക്ക് എടുക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ സോഫിയ ചോദിക്കും. Give me a second. You write his name. Okay. Right now. Here. So my question is, which country is the largest in the Middle East? Middle Eastലെ ഏറ്റവും വലിയ country. Largest country. It's a very easy question. ഈ program related ആണ്. And എല്ലാം കൂടി ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം. ഓക്കെ സോഫിയ, ഇവരത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഐ വിൽ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. Come on, go ahead. Okay. Name any 3 Middle Eastern countries. Any 3. UAE. Okay. Saudi Arabia. Qatar. മതി ഞാൻ 3 ചോദിച്ചിട്ടുള്ളൂ. കുട്ടി ഹൈപ്പോ ആയിപ്പോയി. കുറെ കാലമായി നമ്മൾ ലാലുമീൻ്റെ ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടി കുറച്ച് ഓക്കെ. ആദ്യം പറഞ്ഞത് അയ്യോ ഞാൻ കണ്ടില്ല. ചെറുതായിട്ട് ഇതിൽ പെട്ടുപോയി. അബ്ദുൽ അസീസ് ആണ് പറഞ്ഞത്. റൈറ്റ് ആൻസർ. ടൈം നോക്കുകയാണെങ്കിൽ ഇവര് 4 ആൾക്കാർ കറക്റ്റ് ഒരേ 1 മിനിറ്റിന്റെ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്. അതെ. അപ്പൊ നമ്മൾ ഇത്രയും ആൾക്കാരെ പേര് ഒന്നും കൂടി പറയാം ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ അസീസ്, ബെസി കെ ജേക്കബ്. ബെസി. It's not Bessie. Like BE.
Okay, busy, Bessie. Okay, busy. Sorry. എന്താണ് നമ്മൾ be? How do you pronounce be? I am being. So it's be is be. Busy. 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 Yeah. Faisal, Saudi. Nasira, Ibrahim, Saudi Arabia. Nawaz, Saudi Arabia. Okay. All are correct. Shakib. Nice name. MN. Shakib. I've heard it in TLC. TLC മറ്റേ ഷോ ആണ്. Okay. Shakib MN. Nawaz. Write down their name. Write down. You write down. I don't have time for that. ഞാൻ സ്കൂളിൽ എഴുതി എൻ്റെ കൈ കണ്ട് ഇങ്ങനെ ആടും അപ്പോൾ കൈ. കുട്ടി 5 മാസത്തെ പരിപാടി ചെയ്യാനുള്ള ഒക്കെ ഒരു ദിവസം രാത്രി ഇരുന്ന് ചെയ്താൽ അത് പണി പോകൂലേ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലം സ്കൂൾ തുറക്കില്ല എന്നുള്ള സംഭവം എല്ലാ കുട്ടികൾക്കും മുതൽ ഏത് LKG പഠിച്ച കുട്ടികളും, അത് ഞങ്ങൾ 9ാം ക്ലാസ്സിലായ സമയത്ത്, ഇപ്പോൾ 10th-ലാണ്, 9ാം ക്ലാസ്സിലെ സമയത്ത് സ്കൂൾ തുറക്കില്ല എന്നുള്ള സംഭവം വാസ് ഷുവർ. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് അത്രയും സ്പ്രെഡ്, അപ്പോഴാണ് കോവിഡ് സൗദിയിലേക്ക് വന്ന ആ ഒരു സിറ്റുവേഷൻ, സ്പ്രെഡായി കടന്ന സിറ്റുവേഷൻ. ബട്ട് എ ബിഗ് സല്യൂട്ട്, ട്രൂലി ഓണേർഡ്, എ ബിഗ് സല്യൂട്ട് ടു ദി സൗദി ഗവൺമെൻറ്. കാരണം ഇപ്പം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ ഒരു ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടിയിട്ട് അത് അവർ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ്സ്. അവർക്ക് വേണമെങ്കിൽ ആദ്യം വാക്സിനേഷൻ സൗദീസിന് മാത്രം കൊടുക്കായിരുന്നു, നോട്ട് ഗിവിങ് ടു അതർ പീപ്പിൾ, അതർ സിറ്റിസൻസ്. പക്ഷെ അങ്ങനെയല്ല. വെരി പ്രൗഡ്. ആൻഡ് ഐ തിങ്ക് ഈ മൂമെൻറ്റിൽ നമ്മൾ വി ഓൾ ഷുഡ് താങ്ക് സൗദി അറേബ്യ ആൻഡ് ദ ഗവൺമെൻറ് ഫോർ വാക്സിൻ അറ്റ് ഫ്രീ കോസ്റ്റ്. ആൻഡ് ഓൾസോ ഇപ്പം ഒരു സംഭവം ഉണ്ട്, നമ്മൾ ബൂസ്റ്റിംഗ് ഡോസ് തേർഡ് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഊബറിൽ പോയാൽ എല്ലാവരും ഫ്രീ ആയിട്ട് പോവാ. പെയ്ഡ് പ്രൊമോഷൻ. യെസ്. ഓക്കെ, ജോക്സ് സൈഡ്. എന്താണ് ഞാൻ പറഞ്ഞത്? സ്കൂളിന്റെ കാര്യം. അപ്പൊ ഞാൻ ഈ കുട്ടീനോട് പറഞ്ഞു, നീ വെറുതെ എഴുതാൻ നിൽക്കണ്ട, കാരണം എന്റെ ടീച്ചേഴ്സിന് അഫ്കോഴ്സ് അറിയാലോ സ്കൂൾ എങ്ങനെ തുറക്കില്ല. കംപ്ലീറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വെറുതെ എഴുതണ്ട, യു ക്യാൻ ടേക്ക് പ്രിന്റ് ഔട്ട്, നോട്ട്സിന്റെ പ്രിന്റ് ഔട്ട്. അങ്ങനെയാണ് സാധാരണ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ എടുക്കുക. പക്ഷേ ഈ കുട്ടി കുറച്ച് ഓവർ ബുദ്ധി ആയതുകൊണ്ട് തന്നെ കുട്ടി എന്ത് ചെയ്തു, കുട്ടി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഇരുന്ന് എഴുതി 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 എന്ത് സ്കൂൾ തുറക്കും എന്നുള്ളതിൽ. എന്നിട്ട് അവസാനം എന്തായി? പക്ഷേ എഴുതുന്നത് ഒരു കുട്ടിക്ക് നല്ലതാണ്, കുട്ടിക്ക് നല്ലതാണ്. പക്ഷെ ഇൻഡെക്സും മറ്റേതൊക്കെ ആയി എഴുതി എടുക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി മച്ച്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഹസൻ കൊണ്ടോട്ടി നെറ്റ് തന്നു. Maybe the net is slow. Maybe. Okay. Then question ചോദിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോണൊക്കെ ഓഫായി പോയി. ഫോണിനും നമ്മളെ തള്ളിട്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ല ഒന്നും. തള്ളിയിട്ടില്ലല്ലോ ഒന്നും. അല്ല, എന്നാലും ഒരു ഗമയ്ക്ക് പറയട്ടെ. പറഞ്ഞു. സൗദി അറേബ്യയിൽ എത്ര സിറ്റീസ് ഉണ്ട്? ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. കൺട്രി അല്ല കേട്ടോ ചോദിക്കുന്നത്. അല്ല, സ്റ്റേറ്റ് അല്ല ചോദിക്കുന്നത്. You mean like regions അല്ല ചോദിക്കുന്നത്? Yeah, it's called as cities. We have regions which is 13. I'm not asking about that. I'm asking about cities. സൗദി അറേബ്യയിൽ എത്ര സിറ്റീസ് ഉണ്ട് in total? How many cities are there in Saudi Arabia? If you can give options, it would be better. No. Like it's number, right? അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പരീക്ഷ ഉള്ള പോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കഴിഞ്ഞിട്ട് ഗസ് ചെയ്യും. പക്ഷെ ദിസ് യു ഹാവ് ടു തിങ്ക്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാലോ, ഞങ്ങൾക്കറിയാം നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുന്നു. ഹസൻ കൊണ്ടോട്ടിയ അങ്കിളൊക്കെ ഇപ്പം എന്താ ഗൂഗിളിലൊക്കെ അടിക്കാൻ പോയതാണ്. അപ്പം അതുകൊണ്ടാണ് കാണാത്തത്. കുറേ ആൾക്കാർ എല്ലാവരും പോയി ഗൂഗിളിൽ അടിക്കാൻ. അപ്പം വിൽ വെയിറ്റ് ഫോർ ദം ആൻഡ് ഐ വിൽ റിപ്പീറ്റ് ദി ക്വസ്റ്റ്യൻ. ഫസൽ എഴുതിയിട്ടുള്ള 118 ആണ് കറക്റ്റ് ആൻസർ. 118 cities are there in Saudi Arabia. All right. പേപ്പർ താഴെ വീണതുകൊണ്ട് തന്നെ പേപ്പറിൽ എഴുതാൻ പറ്റില്ല. ഫസലിന്റെ പേര് ആദ്യം ഉണ്ടല്ലോ. Yes, it is there. ഫസലിന്റെ പേര് നമ്മൾ ആദ്യം എഴുതി വെച്ചോ. Yes, 2 times മാർക്ക് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ മാലിക് 4. It's the wrong answer. 4ഓ? നിങ്ങൾക്ക് ജിദ്ദയും മക്കയും മദീന റിയാദ് മാത്രം അറിയുള്ളൂ എന്ന് തോന്നുന്നു. റിയാദ് പറയണം because it's the capital of the Saudi Arabia. അപ്പൊ മൂപ്പർക്ക് അറിയുന്ന സ്ഥലങ്ങൾ ഇത്ര ഉണ്ടാവുള്ളൂ. ഒന്ന് ജിദ്ദ, കാരണം ജിദ്ദയിലാണെങ്കിൽ ജിദ്ദ ഉണ്ടാവും. മക്ക മദീന മറക്കാൻ പറ്റില്ല. മദീന ആൻഡ് റിയാദ്. ഇത് ബാക്കിയൊക്കെ അൽക്കോബൊക്കെ പോയി.
തായ്ഫക്കൊന്നും പോയിട്ടേ ഇല്ല റീജിയനിൽ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സോഫി ചോദിച്ചോളൂ. Who is the crown prince of Saudi Arabia? ഇത് പറഞ്ഞിട്ട് തലമണ്ടൊക്കെ അടിച്ചു. Crown prince since 2017. ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. യെസ്, പ്രസന്റ് വൺ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആരെങ്കിലും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. മുസ്തഫങ്ങളുടെ ലാപ്ടോപ്പ്. യാ, മുസ്തഫങ്ങള് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്കിതിങ്ങനെ വേണം, അപ്പൊ സോഫിക്ക് എടുത്തോന്ന് പറഞ്ഞിട്ട് സോഫിക്കാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് തള്ളിയിട്ടാലും ഫസൽ കിങ് സൽമാൻ, പ്രിൻസ് സൽമാനോ? നിങ്ങൾ എന്തുവാ ഇത്? സൽമാൻ കറക്റ്റ് ആണ്, പോട്ടെ. പ്രിൻസ് സൽമാനോ? അല്ല, കറക്റ്റ് ആണെന്ന് പറയാം. ഇറ്റ് വാസ് എ സർക്കാസ്റ്റിക് ആൻസർ ബ്രോ. വാട്ട് സർക്കാസ്റ്റിക് ആൻസർ? കിങ് സൽമാൻ പ്രിൻസ് സൽമാൻ അല്ല. ഐ തിങ്ക് നമ്മളിപ്പോ പേര് കാണുമ്പോൾ പീപ്പിൾ ഡോണ്ട് തിങ്ക് ദാറ്റ് വേ. കാരണം ചില ആളുകൾക്ക് അറിയില്ല. നമുക്കിപ്പോ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ. ഈ ആൻസർ മാത്രമേ നമ്മൾ വാലിഡ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇനി അതിന്റെ അടിയിൽ ആര് കമന്റ് ചെയ്താലും എടുക്കുന്നില്ല. ബിക്കോസ് അത് ഇത്രയും ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ചെറിയൊരു ആൻസർ ആയിട്ടും കൂടി നമ്മൾ സൽമാൻ നമ്മൾ കിങ് ആണ്. മലിക് സൽമാൻ നമ്മൾ കിങ് ആണ്. ഞാൻ ചോദിച്ചത് ക്രൗൺ പ്രിൻസ് ആണ്, കിരീടാവകാശി. റൈറ്റ്, കിരീടാവകാശി. യെസ്. ഇംതിയാസ് ഹൈദർ said it right. മുഹമ്മദ് ബിൻ സൽമാൻ. കെൻസ്നാസും പറഞ്ഞിട്ടുണ്ട്, നവാസും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം നമുക്ക് സ്കൂളിൽ ഇതേപോലെ സൗദി നാഷണൽ ഡേന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൗദി അറേബ്യയിൽ ഇഷ്ടമുള്ള ഒരാളെ പറ്റി നമുക്ക് എന്തോ എഴുതാൻ തന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അസൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മുഹമ്മദ് ബിൻ സൽമാനെ കുറിച്ചിട്ട് തന്നെ എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതാമോ, ഞാൻ പേര് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കിരീടാവകാശി എന്നൊക്കെ പറയുമ്പോൾ റോയൽ ഫാമിലി എന്ന് തന്നെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് അവർ ജനറേഷൻസ് ആയിട്ടുള്ള പേരിടും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പേര് പഠിക്കാൻ വെച്ചാൽ എന്നെ കൊണ്ട് നടന്നില്ല. പക്ഷേ പേരുകൾ അവിടെ എവിടെയാണ് ഉള്ളതെന്ന് അറിയാം, ഏതൊക്കെ പേരുണ്ടെന്ന് അറിയാം, പക്ഷെ ഓർഡർ അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഓർഡർ അറിയെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യൂ. ഓക്കെ, എനിക്ക് മുഹമ്മദ് ബിൻ സൽമാൻ, പിന്നെ അബ്ദുൽ അസീസ് സഊദ് വരെ അറിയാം. അത് കഴിഞ്ഞിട്ട് വേറെ തുർക്കിയുണ്ട്, പിന്നെ അബ്ദുള്ള ഉണ്ട്, പിന്നെ അബ്ദുൽ അസീസ് ഉണ്ട്, കുറേ പേരുകളുണ്ട്. പക്ഷെ അത് ഓർഡറിൽ പഠിക്കണം. സോഫിയ, നെക്സ്റ്റ് ലാലു മീഡിയയിൽ നമ്മളത് പഠിച്ചു വരും. ഓക്കെ, നോക്കാം. ഓക്കെ, ആക്ച്വലി മാഡം റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാൻ ടൈമില്ല, അപ്പോഴാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഇംതിയാസ് ഹൈദർ പ്രൈസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രൈസ് ഉണ്ട്. 200 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് കിട്ടുന്നതായിരിക്കും കൂടുതൽ ആൻസർ ചെയ്യുന്ന ആൾക്ക്. നമ്മളെ എപ്പിസോഡ് നമ്മളെ ഷോ മാത്രമല്ല, ഈ ലാലു മീഡിയയിൽ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ ഷോസ്. ഇപ്പം നമ്മൾ ഗാനമേള ഉള്ള ഷോസ് ഉണ്ട്, പിന്നെ സ്കിറ്റ് ഉണ്ടോ? സ്കിറ്റ് അല്ല, സ്കിറ്റ് ഇൻ ദ സെൻസ് നമ്മൾ പരിപാടികൾ കുറേ ഉണ്ട്. ലൈക്ക് 200 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് 200 എപ്പിസോഡ് ആവുമ്പോൾ ഓൾ ലാലു മീഡിയ ആ സമയത്താണ് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ദേശീയ ലാലു മീഡിയത്തെ ദേശീയമായിട്ടുള്ള ഗെയിം കളിക്കാം. പുതിയ ഗെയിം അല്ല, നമ്മളെ ദേശീയമായിട്ടുള്ള ഗെയിം അന്താക്ഷരി. ഞങ്ങൾ രണ്ടാളൊരു ടീം, നിങ്ങളൊരു ടീം. നിങ്ങൾ എത്ര ആൾക്കാരുണ്ട്? അത്ര ആൾക്കാരുണ്ട്. 32. അപ്പൊ 32 വേഴ്സസ് 2. മൈ ഗോഡ്. ഓക്കെ, അപ്പൊ നിങ്ങള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എന്നാലും അവർക്ക് എന്നാലൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവുള്ളൂ. We'll sing Dil Ko Karar Aaya. Okay, you sing. I love support you. Okay, അല്ല, നമ്മൾ മറ്റേ ചോദിച്ചില്ല, നമ്മൾ തംസ് അപ്പ് വരാൻ ചോദിച്ചില്ല. who all are ready, give a thumbs up. ഈ അന്താക്ഷരി എന്ന് പറഞ്ഞാൽ നമ്മളെ ലാലു മീഡിയയുടെ ക്വിസ് ടൈം വിത്ത് അബ്രാറും സോഫിയുടെ ദേശീയമായിട്ടുള്ള ഗെയിമാണ്. ഇതില്ലാതെ നമ്മൾ എങ്ങോട്ടും പോലെ ഏത് എപ്പിസോഡ് ആണെങ്കിലും, വെദർ ഇറ്റ് ഇസ് ഇന്ത്യൻ, സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യ, സംതിങ് റിലേറ്റഡ് ടു സൗദി അറേബ്യ, നമ്മൾ ഇത് ചെയ്തിരിക്കും. റൈറ്റ്, വെറുതെ ആണെങ്കിലും we will do this. പാടുന്ന മൊത്തം പൊട്ടത്തെത്രയാണ് എന്നുള്ള വേറെ കാര്യം. ലിറിക്സ് നോക്കൂല, ലാസ്റ്റത്തെ വേർഡ് മാത്രം. ഓക്കെ, എന്താണ്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തംസ് അപ്പ് വരൂ. ഫാസ്റ്റ് തംസ് അപ്പ്. കം ഓൺ. സൂപ്പർ പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് മാനുപ്പ. താങ്ക് യു. Glad to hear that.
എല്ലാവരും തംസ് അപ്പ് വരൂ. കമന്റിൽ ഇടാനാ പറഞ്ഞു, ഇങ്ങനെയല്ല. അത് മുസ്തഫങ്ങൾ ചെയ്യണം സംഭവം. No, I'm not saying that here. The blue like. Yeah, that is given by him, I believe. No, this is given by Mustafa Uncle. Look. This Oh, is, you're talking about this thing. ആ കണ്ട് ഇവിടെ വരുന്നത്. നിങ്ങൾ കമന്റ് ഓക്കെ എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു തംസ് അപ്പ് ഉണ്ടല്ലോ, ഇമോജി മൊത്തം മറന്നുപോയി. ഓക്കെ ഒന്ന് ഈ തംസ് അപ്പിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നിങ്ങൾ റെഡി ആണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പൊ ഒന്നുണ്ട്, 5 എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും ക്വസ്റ്റ്യൻസിലോട്ട് പോകും. Yeah, let's go. 2 3 ഓഹോ 4 4 1 more. വരൂ. അയ്യേ ചമ്മി പോവോ നിങ്ങൾ ആരെങ്കിലും കടിക്ക്. അല്ലെങ്കിൽ പരിപാടി ഭാഗ്യം 10 എന്നൊന്നും പറയാത്ത. കൂടുതൽ പറയാൻ പാടില്ലല്ലോ. ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. അന്താക്ഷരി ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ടാളും ഒരു ടീം, നിങ്ങൾ ഇത്രയും ആൾക്കാർ ഒരു ടീം. 26 ആൾക്കാർ ഇപ്പൊ ഉണ്ട്. സോ യു ആർ വൺ ടീം. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. യാ. दुआ भी लगे दिल को ना मुझे, दवा भी लगे ना मुझे, जब से दिल को मेरे तू लगा रे, नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तू लगा रे, जब सांसें भरूं मैं बंद, आंखें करूं मैं नजर, तू या आया, दिल को करार आया, तुझ पे है प्यार आया, पहली बार आया ओ यारा. ആയാ യാണ് യാരാ റൈറ്റ്. ലാസ്റ്റത്തെ ലോക ഓ യാരാ റൈറ്റ്. അപ്പൊ ആയാന്നല്ല കുട്ടി എന്നെ കൂടെ തെറ്റിക്കുന്നു. അപ്പം ലാസ്റ്റ് വേർഡ് കരാർ ആയ, അതാണ് ലാസ്റ്റത്തെ വേർഡ്. കേക്ക് പുസ്തകങ്ങളെ കേക്ക് ആയ മീൻസ് AYA റൈറ്റ്. അപ്പം എ എടുക്കുക. അത് അങ്ങനെയല്ല, നമ്മൾ ലാസ്റ്റത്തെ ഒരു ദമ്പ് എടുക്കുക. ഓക്കെ യാ വെച്ചിട്ട് തുടങ്ങി. എന്താ വായിച്ചോ വായിക്ക് കമന്റില് ബേബി എൻ യത്തീമൻ ആര് എന്താ മാപ്പിളപ്പാട്ടപ്പ പുസ്തകം രണ്ടുപേരും എന്നാലും നമുക്കറിയില്ലല്ലോ. ഇത് അവര് പറയും ഞങ്ങൾ തന്നെ പാടണോ. മുസ്തഫങ്ങൾ ഇപ്പൊ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്നോണ്ട് മുസ്തഫങ്ങള് നിങ്ങളെ കൂടെയാണ്. മുസ്തഫങ്ങൾ റെപ്രസെന്റ്സ് ദി ഓഡിയൻസ്. മൈക്ക് അത് ബാക്കിൽ നമുക്ക് യത്തീമിന്നത്താണി ഏകിക്കൊണ്ടത്തായം എത്തിക്കുന്നോർക്കല്ലാ വർഷിക്കും സഹായം. പിന്നെ വേറെ സലാം അലൈക്ക. പക്ഷെ അത് യാനബി സലാം അലൈക്ക അതിന്റെ നടുവിൽ വരുന്നൊരു സംഭവം അല്ലേ. അതിന്റെ സ്റ്റാർട്ടിങ് എന്താ? ഓക്കെ, അപ്പം മുസ്തഫങ്ങൾ എന്താ എം എന്ന് വെച്ചിട്ടില്ല തുടങ്ങിയ സോങ് വിത്ത് എം, പക്ഷേ കിട്ടുന്നില്ല. സംതിങ് ഈസ് ദേർ, ഐ ഫോർഗോട്ട്. പണ്ടത്തെ പാട്ടാണ് ഇഫ് ഐ എം നോട്ട് റോങ്. 19-16 സെഞ്ചുറി അതൊന്നല്ല, ആഫ്റ്റർ 2000 ഓൺലി ഇറ്റ് ഈസ്. ഓക്കേ, ആ പാട്ട് പാടിക്കോ. എനിക്കറിയില്ല. അല്ലേ നീ ഇപ്പൊ പറഞ്ഞ പത്രം പാടിക്കോ. എന്താ പറയാ മാമ്പഴം ഏതായാലും അവർക്ക് എം വരും. നമ്മൾ എം എന്നല്ല എടുത്തേ. മാമ്പഴം ബാക്കി കറിഞ്ഞോട്ടെ. ബാക്കി എന്താ മുസ്തഫങ്ങളെ അറിയില്ല. ഓ തമിഴാ, ഞാൻ വിചാരിച്ച മലയാളാണ്. ഓ എന്നാ കുട്ടിക്ക് എന്താ
കെൻസ്നാസ് ആണ് കുട്ടിയുടെ ഫാദർ. അപ്പൊ അങ്കിളെ കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുക്കും. ഓ ആന്റി കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുക്കും. ഈ കുട്ടി പറയാ മാമ്പഴം. ഞാൻ വിചാരിച്ചു മലയാളമാണ്. മാമ്പഴം എന്ന് വെച്ചാൽ മീൻസ് മാംഗോ. മാംഗോ. അതിന് മാമ്പഴം എന്നും തമിഴിലാ പറയാ കുട്ടി. സോ മാങ്ങ ഈസ് മലയാളം. ഓക്കെ, വേറെ ഏതെന്താ? മാണിക്ക മലരായ പൂവേ മഹദിയാം ഖദീജ ബീബി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ആക്ച്വലി ഈ പാട്ട് വന്നപ്പോഴാണ് അത് ഓർമ്മ വന്ന്. മാണിക്യ വീണയുമായി അതിനറിയാം. അയ്യോ, ഇവര് നമ്മളെ സഹായിച്ചു, ഇൻഡയറക്ട്ലി സഹായിച്ചു. അപ്പൊ നമുക്കൊരു പോയിന്റ്, 2 പോയിന്റ് നമുക്ക്. നിങ്ങൾക്ക് പോയി പോയിന്റ്. ഓക്കെ, നിങ്ങൾ ബാ വെച്ചിട്ട് പാടണം. എനിക്ക് റൈം കിട്ടി. ബാബാ ബ്ലാക്ക് ഷീപ്പ് അത് പറ്റില്ല. ആ, നിങ്ങൾ അതൊന്നും ജോണി അതൊന്നും എടുക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല നല്ല സംഭവങ്ങൾ കൊടുക്കണം. എന്താണ് ബി? മൈക്ക് വെച്ചിട്ട് പറയൂ കുട്ടി. ബി ആണ് കേട്ടോ. ലെറ്റർ ബി. बहुत प्यारो. ओके. बहुत प्यार करते हो तुमको सनम. വേറെ പാട്ടൊന്നുണ്ട്, ബദ്രുൽ മുനീറിന്റെ നാട്ടിൽ. അതൊന്ന് മുസ്തഫങ്ങൾ പാടി. അതതില് ഓ ബോൾഡാ മാഹി ബോലനാ. വേറെ ഒന്നുണ്ട്. बोल दो ना जरा दिल में जो है छिपा मैं किसी से कहूँगा नहीं. അമാൽ മലിക്, അർമാൻ മലിക്. കൊറേ ആക്ച്വലി കൊറേ വന്നിട്ടുണ്ട്. ഓക്കെ. ബദ്രുൽ മുനീർ बहुत प्यार करती ഓ കഴുത്തി. ഞാൻ കാത്തിന്നാ വെച്ചത്. ആറില്ല करती हो तुमसे बहुत. പക്ഷെ എനിക്ക് ഫുൾ അറിയില്ല. ഇപ്പൊ ഇതിൽ പറഞ്ഞ ലൈനിന് അറിയുള്ളൂ. ബോളിന് അറിയില്ലേ? ബോരിയെ ആ പാട്ടാണ് സംഭവം എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സോങ്ങിൽ നമ്മള് ബോലുദോ നാസറ എന്നുള്ള പാട്ടാണ് എടുക്കുന്നത്. ബോലുദോ നാസറ ദിൽ മേ ജോ ഹേ ഛുപാ ഇറ്റ്സ് ആക്ച്വലി ഡേറ്റ് നമ്മുടെ ഇടാനല്ലോ. അല്ല, എന്നെ നമ്മളിടാണല്ലേ. നെഹി. അപ്പൊ എന്നാണ് എൻ. ആ നാ. ഓഡിയൻസിന്റെ ചാൻസ് അല്ല. ഓഡിയൻസ് ആരെയും കമന്റ് ചെയ്ത പോയിന്റ് നമുക്ക് കിട്ടും. ബോലെ ചൂടിയാ ബോലെ കങ്കന that's an old song. तेरे साजना तेरे बिन जिया नहीं लगता न तू मर गया ले चले जा. നാളികേരത്തിന്റെ നിങ്ങൾ നാട്ടിലുണ്ടോ സംഭവം? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നായിടങ്ങാഴി മണ്ണുണ്ട്. ഇത് ഞങ്ങളെ ടേണായിരുന്നു. അപ്പൊ പോയിന്റ് നമുക്ക്. ഞങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ജയിക്കാട്ടോ. ഞങ്ങൾക്ക് പാടേണ്ട തന്നെ അവസരം വന്നത്. നിങ്ങളൊപ്പത്തിന് അപ്പൊ അപ്പൊ നമ്മള് മാ വെച്ചിട്ട് പാടാം. ഓക്കെ. अगेन मोहब्बत बरसा देना तू सावन आया है तेरे और मेरे मिलने का मौसम आया है सबसे छुपा के तुझे सीने से लगाना है प्यार में तेरे हक किसी को जरे जाना है इतना प्यार किसी पे पहली बार आया है. हाँ, മംഗല്യം കഴിക്കാതെ. അഗെയിൻ ദേ ആർ ആൻസറിങ്. മക്കളെ പറയുവാണ് നിങ്ങൾ. ഞങ്ങൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ് തന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 1 ഞങ്ങൾക്ക് ഇപ്പൊ 3 ആയി. ഇപ്പൊ 4. കാരണം ബാക്കിയുള്ള 3 നിങ്ങൾ ഇങ്ങോട്ടാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഞങ്ങൾ ചാൻസ് പറയുന്ന സമയത്ത് മാത്രം പറയാ. ഇപ്പൊ നമ്മൾ ഏതാ ലെറ്റർ കൊടുത്തേ? ഹാ. ഹാ ഹാ ഹംറ്റി ഡംറ്റി സാരോണ വോ ഹംറ്റി ഡംറ്റി ആരാ വോ. അത് നമുക്ക് ഹാ വെച്ചിട്ട് കണ്ടുപിടിക്കും. കാരണം അവർക്ക് അഥവാ അറിയില്ലെങ്കിലോ.
ഹാ വെച്ചിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ ഹസ്ബി റബ്ബി സോഫിയക്ക് അറിയാം പാട്ട്. മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓക്കെ, ഹംകോ തുംസെ ഖൈറുൽ വരായ ഒറ്റ മിനിറ്റ്. നമ്മൾ എന്താണ് हमको हमी से हमको हमी से चुरा लो, दिल में यहीं छुपा लो, हम अकेले. പിന്നെന്താ മൈക്ക് ചോടിക്കില്ല, അതാ നല്ലത്. दूर तुमसे हो न जाए, അതന്നെ पास आओ गले से लगा ले. ला ലേ ലാ 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 ലാ. ലാ. ഇപ്പൊ അവരെ ചാൻസ് അല്ല, നമ്മള് ചാൻസ്. റൈറ്റ്. ലാ എല്ലാ പാട്ടും ഞാൻ പറയും. മൊയ്തീൻ, പറഞ്ഞോ. ദാറ്റ്സ് ദ സ്പിരിറ്റ്. സ്പിരിറ്റ് പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞുതരാ, എന്നിട്ട് അത് ഞങ്ങൾ പോയിന്റ് ഞങ്ങൾ എടുക്കുക. ഓക്കെ. അപ്പം ലാ ഇങ്ങനെ പറയുമ്പോ ഒരു ആ മറ്റേ പാട്ടിന്റെ പേരെന്താ ഇപ്പൊ പുതിയത് ഈ ഇറങ്ങിയേ? ഹലോ, ഈ മറ്റേ പാട്ടാണ് ഞങ്ങൾ ആലോചിച്ചത്. മറ്റേ പാട്ടായിട്ട് എടോ ഇപ്പൊ കുറച്ചു കാലം മുണ്ടുന്നുണ്ട് മറ്റേ ഇമ്രാൻ ഹഷ്മി അല്ലേ അതിൽ അഭിനയിച്ചപ്പോ ലുട്ട് ഗയേ ഹം തോ പേ. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലല്ലല്ലോ, അത് ദിൽ മേരാ ധഡ്കാത്ത അതാണ്. ലൈലാ മലാ. ആ പോയിന്റ് അമ്മക്ക് ലൈലാ ലൈലാ ऐसी हूँ लैला, मुझको ही चाहे मुझसे मिलना अकेला. ലാവതിക്കണ പാട്ടാ. ഒരു പാട്ടുണ്ടായിരുന്നു, ലജ്ജാവതി. എന്താ ഇവിടെ വന്നിട്ടുണ്ട്, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ബാക്കി എനിക്കറിയില്ല, എന്തൊക്കെ പോകുന്നൊക്കെ അറിയാൻ. എന്താ മുസ്തഫങ്ങളുടെ ആ പാട്ടൊന്ന് പാടൂ, ലജ്ജാവതി. എന്നാ പിന്നെ ലാസ്റ്റ് എന്നപ്പോ വരിക ലേലാമ ലേലക്കാക്ക പോട്ടെ. ആ ഇതേതാ എനിക്കറിയില്ല പാട്ടെന്താ. ഓക്കെ, ലേലാം. ഇതിലേതായാലും താഴല്ലേ, നമുക്ക് താടുക്കാം ലാസ്റ്റ് താ. നേരമായി ഇതല്ലേ. എന്താ ഹായ്. ലിൻസി ബേബി എന്താ എഴുതിയത്? ലിൻസി ബേബി സൈനിങ് ഓഫ് നൗ. ബൈ. കുറച്ച് ബിസി ആയത്. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു ഫോർ ജോയിനിങ് us. യെസ്. ഓക്കെ, നമ്മളത് ലെറ്റർ എന്താ? ത. തുടക്കം മാംഗല്യം. സ്റ്റാർട്ടിംഗ് അല്ല കുട്ടി, ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് റൈറ്റ്. അല്ല അത് നടൂല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് താ പോരെ. ഈ കുട്ടിക്കില്ലേ സിനിമയിലൊക്കെ നല്ല ഭാവിയുള്ള കുട്ടിയാണ്. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും മ്യൂസിക് ലിറിസിസ്റ്റ് ആവാനുള്ള നല്ല കഴിവുണ്ട്. ആദ്യം തന്നെ ഹുക്കപ്പ് സ്റ്റെപ്പ് ഈ കുട്ടി തുടങ്ങുള്ളൂ. അല്ലാതെ നമുക്ക് ഓർമ്മ വരുള്ളൂ. मुझसे मुझको जुदा कर दिया, मैं रहता हूँ तेरे पास कहीं, अब मुझको मेरा एहसास नहीं, दिल कहता है कसम से कि थोड़ा थोड़ा प्यार हुआ तुमसे, कि थोड़ा इकरार हुआ तुमसे. എന്താ ഇവിടെ ഒരു ബഹളം? അതിപ്പോ ഈ കുട്ടി ഇപ്പൊ ലിറിസിസ്റ്റ് ആവാനുള്ള ഒരു അല്ല നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇതൊരു ക്വിസ് പ്രോഗ്രാം ആണ്. എന്താ അല്ലല്ല അതിൽ ചോദിക്കേണ്ടത് വാട്ട് ഇസ് ദിസ്, ഐ കാൺ അണ്ടർസ്റ്റാൻഡ് പ്രോഗ്രാമിനെ കുറിച്ച്. സോ ദിസ് ഇസ് എ പ്രോഗ്രാം ലൈക്ക് വേർ വി ആർ കണ്ടക്ടിങ് എ ക്വിസ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ഒക്കേഷൻസ്. ഓൾറൈറ്റ്. ആൻഡ് ഹിയർ ഇറ്റ്സ് നോട്ട് ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി സിമ്പിൾ സർ. ഇത് ലാലു മീഡിയയുടെ ക്വിസ് ടൈം വിത്ത് അബ്രാർ ആൻഡ് സോഫിയ. I understand Malayalam. He's saying what is this, I can't understand. So it means that he doesn't. Can you understand Malayalam? If you don't, then we'll explain it in English because we want all our viewers to understand the language. Vinoy Abraham, right? So please, if you don't speak in Malayalam, just comment it down. Otherwise, we'll speak. Or so anyway, I'll explain in both. Yeah. Anyway, I'll explain it in both. So during the month of Ramadan, I think 5 months back, that's when we really started this program. And we started off with a Ramadan quiz. Yeah. So that was a quiz time. No, that was Ramadan quiz with Abrar and Sophia. And
after that, people really liked our show, and And it they suggested that encouraged we us to start another one as well. continue with the program. Yeah, so start another one. Yeah. Yeah. Oh, So, he can understand Malayalam. Okay. So Malayalam പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലേ മലയാളത്തിൽ No, പറയാൻ. he said I can't understand. So how can we expect them to know Malayalam? ഈ കുട്ടീനല്ലേ പുസ്തകങ്ങൾ ഞാൻ അവിടെ കുഴിച്ചു മൂടും കേട്ടോ. Oh, You speak space English. ഇല്ല. You Yeah. speak. So how can I claim that you being a Malayali that you speak English and you don't know Malayalam? No. Okay, Look. let's stop fighting. Anyway, people, TRPs, people are here to watch our fight, but still. So, what is his name? And completely out. ജോസഫെ കുട്ടിക്ക് മലയാളം അറിയാം. Okay. നമ്മളോട് പരിപാടിനെ കുറിച്ച് പറയാൻ വിനോയ് അബ്രഹാം. Vinoy, okay. So this is a show, sir. It's very simple. നമ്മൾ റമദാനിലാണ്, അതായത് 5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റമദാൻ ക്വിസ് നടന്നിട്ടുണ്ട്, നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ റമദാൻ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എൻകറേജ് ചെയ്തു വേറെ ഒരു ഷോ കൂടി തുടങ്ങാൻ. ഒരാൾ നമ്മളോട് മക്കളെ നിങ്ങൾ വന്നു എന്ന് ചോദിച്ചു. ഭീമ പള്ളി കുട്ടികളെ നിങ്ങൾ വന്നു. നമസ്കാരം, ഞങ്ങൾ വന്നിരിക്കുന്നു. സോ നമ്മളൊരു കാര്യം മറന്നുപോയി. നമ്മൾ തമാശയൊക്കെ കളിച്ച് സോഫിയ നമ്മളൊരു കാര്യം മറന്നുപോയി. ഷെയർ ചെയ്യൂ നിങ്ങൾ. ഞാൻ പറയട്ടെ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിന്റെ ചില യൂട്യൂബ് ചാനൽസിന് ആൾക്കാർ പറയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്ത്, പിന്നെ ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക, ഡിവൈസ് പിന്നെ അവർ വാങ്ങിക്കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൊയ്തീൻ മാനുപ്പ, പ്രോഗ്രാം സൂപ്പർ, താങ്ക് യു. ഞാനുള്ളതുകൊണ്ട് പിന്നെ സൂപ്പർ അല്ലാതെ പിന്നെ എന്താവും. മൈ ഗോഡ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ ഓക്കെ. റംല ടി കെ, റഹ്മ ടി കെ, സോറി റഹ്മ ടി കെ, സോറി പോരട്ടെ, ഇതാ വരുന്നു. നമുക്കിനി ക്വസ്റ്റ്യൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറെ നേരം നമ്മളിപ്പം അന്താക്ഷരി കളിക്കുന്നു. Yes, your chance. ഞാൻ ചോദിക്കാം. എവിടെയാണ്? ഓക്കെ, ഞാൻ ചോദിക്കാം. കിങ് അബ്ദുള്ള, അതായത് സൽമാൻ രാജാവിൻ്റെ മുമ്പുള്ള കിങ് ഐ എം മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ, കാരണം ആദ്യത്തേത് അബ്ദുൽ അസീസ് ആണ്. അബ്ദുൽ അസീസ്, മലിക് അബ്ദുൽ അസീസും മലിക് അബ്ദുള്ളയും തമ്മിലുള്ളൊരു കുറേ എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലാവുള്ളൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, സോ മലിക് അബ്ദുള്ളയുടെ ഏതെങ്കിലും ഒരു മകൻ്റെ പേര് പറയുക. നെയിം എനി വൺ സൺ ഓഫ് മലിക് അബ്ദുള്ള. അബ്ദുള്ള രാജാവിൻ്റെ ഏതെങ്കിലും ഒരു മകൻ്റെ പേര് പറയുക. ഫാമിലി കൂടി ഇരുന്ന് കാണുന്നുണ്ട്. റാഹില, റഹ്മ, റീതാൽ, if I'm not wrong, sorry if I did pronounce it wrong. റഹ്മ, ഒരു ഹായ് പ്ലീസ്. ഹായ്. ഹലോ. ഹായ്, ഐ എം ഗിവിംഗ് ഇറ്റ് ഹിയർ. ഇവിടെ നമ്മൾ ക്യാമറ നോക്കി പറയണമെങ്കിൽ എവിടക്കൊക്കെ ഞങ്ങൾ നോക്കി. ഇവിടെ ആദ്യം ഇവിടെ പറയണം, അവിടെ പറയണം, പിന്നെ ഈ ബാക്കിൽ വന്നിട്ട് ഇവിടെയും പറയണം. ബിഗ് ബോസിലെന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു റൂമിൽ ഏറിപ്പോയ 2 ക്യാമറ ഉണ്ടാവും. ഒന്ന് ബെഡ്, അങ്ങനെ ഇടും ബെഡ്റൂമിൽ എന്ന് വെച്ചാൽ അവരെ ഒന്ന് അവിടെ ഒന്ന് ഇടും. പക്ഷെ മുസ്തഫങ്ങളുടെ അവിടെ ഇങ്ങനെയല്ല. ഇതൊരു ക്യാമറ, പിന്നെ നമ്മൾ ആദ്യം നോക്കി ഇതൊരു ക്യാമറ, പിന്നെ ഇവിടെ ഒരു ക്യാമറ, പിന്നെ അവിടെ ഒരു ക്യാമറ, എന്നോട് തന്നെ ഒരു ക്യാമറ, പിന്നെ ഈ ബാക്കിൽ ഇവിടെ ഒരു ക്യാമറ. ക്യാമറ കാണിച്ചു കൊടുക്കും. ഇവിടെ മുസ്തഫങ്ങളുടെ അടുത്ത് നമ്മൾ സ്റ്റുഡിയോയുടെ ടൂർ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും അത്, ടൂറ്, ന്യൂ സ്റ്റുഡിയോ ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നത്. ലാലു മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അപ്ലൈ വരുള്ളൂ നോട്ടിഫിക്കേഷൻ. അതെ, ഓക്കെ. ബെൽ ബട്ടൺ സ്മാഷ് ചെയ്യുക, റൈറ്റ്? സ്മാഷ് ചെയ്ത് പൊട്ടിച്ചിട്ട് പിന്നെ ഡിവൈസ് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മുസ്തഫ കുന്നുംപുറം. ഓക്കെ. അപ്പം ഞാൻ വിളിച്ചു സോഫി പെട്ടെന്ന് ഗ്രാൻഡ് പാ എന്നിട്ട് വിളിച്ചു പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞിട്ടില്ല. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഹാർഡ് ക്വസ്റ്റ്യൻ, കാരണം കുറേ മക്കളുള്ളതുകൊണ്ട് തന്നെ പേര് അത്ര ഒരു ഇതല്ല. ആരുടെങ്കിലും പറഞ്ഞാൽ മതിയല്ലേ? അപ്പം ഇതിന് ഞാൻ പറഞ്ഞുതരാം. ആൻസർ സാദ് ബിൻ അബ്ദുള്ള ആണ്. കിങ് ഫൈസൽ, കിങ് ഖാലിദ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ദി ആൻസർ ഫോർ ഇറ്റ്? അല്ല, ഫൈസൽ അബ്ദുൽ അസീസിൻ്റെ ആണ്. ഖാലിദ് ഓൾസോ. ഞാൻ ചോദിച്ചത് കിങ് അബ്ദുള്ളയുടെ മകൻ്റെ പേരാണ്.
and Amir Saad bin Abdullah. Okay, now Sophie ചോദിക്കൂ. Total number of countries. Okay, what is the total number of countries that shares its border with Saudi Arabia? ഇംഗ്ലീഷ് മലയാളത്തിൽ പറയൂ. സൗദി അറേബ്യൻ ഏറ്റവും എത്ര കൺട്രി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്? 6, 7, 8, 9 ഓപ്ഷൻസ്. 6, 7, 8, 9. 6, 7, 8, 9. 6, 7, 8, 9. So rhyming, oh my god. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടി സോഫി ചോദിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഗെയിമിലോട്ട് പോകാം കേട്ടോ. Which game? നമ്മൾ മറ്റേ പുതിയ ഗെയിം, ഞാൻ കണ്ടുപിടിച്ച പുതിയ ഗെയിമാണത്. അബ്രാറിൻ്റെ റിസർച്ച് വർക്കാണ് ആക്ച്വലി പണി, അതും ഗെയിമിൽ. ലാലു മീഡിയയിൽ എന്തൊക്കെ പുതിയ ഗെയിമുണ്ട്. ഡെഡിക്കേഷൻ കൂടി ഞങ്ങൾ ഇത്രയും ഞാൻ ഇത്രയും ഡെഡിക്കേഷനോട് ചെയ്തിട്ട് മുസ്തഫങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും വില ഉണ്ടോ? എന്തെങ്കിലും വില ഉണ്ടോ? അതൊക്കെ പോട്ടെ. ഇത്രയും റിസർച്ച് വർക്ക് ചെയ്തിട്ട് എന്നെ അതിൽ കൊണ്ടുപോയി ഇടുക എന്നാണ് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി. ഓക്കെ, 4, 8 എന്ന് പറഞ്ഞിട്ടുണ്ട് ഫസൽ. സോറി ഫസൽ, ഇറ്റ്സ് ദി റോങ് ആൻസർ. ആൻഡ് 4 ഓപ്ഷനിലേ പറഞ്ഞിട്ടില്ലായിരുന്നു. സോറി, നസീറ ഇബ്രാഹിം. 6, 7, 8, 9. And what is the total number of countries that shares its border with Saudi Arabia? Put a comma, my dear. അതിനാ സ്പേസ് ഇടുന്നു. Okay, അതാണ് ഓപ്ഷൻസ്. 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മ TK, it's the right answer. रहमा ठीक है, ठीक है सब कुछ बिल्कुल ठीक ठाक. ടിക്ടോക്ക്. ഓക്കെ, നമുക്ക് കുറച്ചെടുത്ത് ഹിന്ദിയിൽ സംസാരിച്ചാലോ? यार नहीं यार, क्यों? क्योंकि मैं ग्रामर में थोड़ी, oh my god. Okay, all right. Rahma TK. ഓക്കെ, വെരി ഫൺ. Are we doing the game again? അല്ല, എനിക്കൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. 8 ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള 8 ആണ്, അല്ല 7 ആണ്. ഓക്കെ, ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. എന്താണ്? ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഐ തിങ്ക് നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഹിന്ദിയിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. Coffee with Abrar. നോ, ഒരു ഹിന്ദി ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ 2 സ്റ്റുഡൻസ് എടുക്കണം, എന്നിട്ട് അതിലൊന്ന് ഇൻ്റർവ്യൂറും ഒന്ന് സെലിബ്രിറ്റി അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആരായാലും ആവാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവർ ആവാം ആൻഡ് സോഫി സെലിബ്രിറ്റി. അപ്പോൾ സോഫി ആരായതെന്ന് അറിയാം. ഞാൻ ആരുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയോ? രൺവീർ സിംഗ്. ദീപിക പാടുക്കോൺ എവിടെ? ഓ സോറി, അതൊന്നും ഞാൻ നോക്കാറില്ല. ഓക്കെ, അപ്പം അതിൽ ഇറ്റ് വാസ് സോ ഫൺ. അപ്പം നമ്മൾ ഇൻസ്പയർ ചെയ്തത് കോഫി വിത്ത് കരൻ്റെ എപ്പിസോഡ്സ് ആയിരുന്നു. അപ്പം അതിൽ നമ്മൾ എടുത്തത് ആരതാ? അല്ല, കോഫി വിത്ത് അബ്രാർ. അത് സീസൺ 7 ഒക്കെ എത്തിയിരുന്നു. നമ്മളിങ്ങനെ നമസ്കാർ ദോസ്തോ സബ്കാ സ്വാഗത് ഹൈ കോഫി വിത്ത് അബ്രാർ സീസൺ 7. രൺവീർ സിംഗ് എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് മൊത്തം ക്ലാപ്പ് ചെയ്തു. രൺവീർ സിംഗ് കേട്ടിട്ടൊന്നുമല്ല, എൻ്റെ ഹിന്ദി കേട്ടിട്ട് ആൾക്കാരോ എൻ്റെ വൺ തിങ് എൻ്റെ സ്കൂളിന് പറ്റിയിരുന്ന എനിക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്കൂളിൽ 6th to 8th ബ്ലോക്കിൽ ഒരൊറ്റ ഹിന്ദി സ്പീക്കിംഗ് ഹിന്ദി ടീച്ചേഴ്സ് അല്ല, എല്ലാവരും മലയാളികൾ. ആൻഡ് ദർ ഹിന്ദി. കാരണം കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു ഇതുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ മലയാളികൾക്ക് ഹിന്ദി സംസാരിക്കുമ്പോൾ കറക്റ്റ് ആക്സെൻറ്റ് കിട്ടുന്നില്ല എന്നൊരു റൈറ്റ്. അത് നമ്മളും കുറേ ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ടീച്ചേഴ്സിന് അവർ ഹിന്ദി മലയാളീസാന്ന് പറയാൻ പറ്റുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബിക്കോസ് ഇഫ് നമ്മൾ ഹിന്ദിയിൽ ഹിന്ദി ഉള്ള ഏതെങ്കിലും മൂവി അല്ലെങ്കിൽ ഏതെങ്കിലും ഷോ കേട്ടാൽ തന്നെ അവരെ മദർ ടങ് സംസാരിക്കുന്ന പോലെ നമ്മൾ കേട്ടിട്ടാണ് ആക്സെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഹിന്ദി സംസാരിക്കാം. आप क्या बोलते हैं? हम हिंदी में संसार करो. हिंदी में बात करेंगे, ठीक है? नहीं. क्यों? क्योंकि मैं रोने वाली है क्योंकि इसको हिंदी ये समझती है, इसको हिंदी नहीं आती, मगर इसको आती है. अब मैं क्या करूं? मुझे आती है, लेकिन मैं इतनी अच्छी दोस्त उसकी, मैं हर एक चीज़ में उसको क्या बोलते हैं उसको, मतलब मैं बोलती हूँ उसको, चेयर अप करती हूँ मैं, और मैं बोलती हूँ कि सोफिया ये मोटिवेशन. हाँ, मोटिवेशन देती हूँ मैं. ओके, ഇപ്പോൾ ആൾക്കാരൊക്കെ എണീച്ചു പോകും. I do speak Hindi at home. നെജുവിൻ്റെ കൂടെ ഞാൻ സംസാരിക്കും. പക്ഷേ നമ്മളൊരു നെജുവ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഒറിജിനൽ ലാലു മീര ലിറ്റിൽ സ്റ്റാറിന്റെ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വിത്ത് നജ്വ തസ്നീം ആൻഡ് വൺ മോർ kid, but we don't know the name. She's a surprise to us, grand.
ആയിട്ട് നമ്മളത് ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ ഓൾറൈറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഗെയിമിലോട്ട് കിടക്കാം. സോ വെരി ഈസിയാണ്. ഞാൻ 2 ആൾക്കാരെ പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതും എവിടെയെങ്കിലൊക്കെ കാണിക്കും മുഖം. അല്ലല്ല, 2 ആൾക്കാരെ പിക്ചേഴ്സ് എൻ്റെ അടുത്തുണ്ട്. വേറെ ഏതോ 2 ആൾക്കാരെ പിക്ചേഴ്സ് സോഫിയുടെ അടുത്തുണ്ട്. അപ്പം അതിൽ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു സൗദി പേഴ്സൺ, ഫേമസ് പേഴ്സണാലിറ്റി അല്ല. അതിപ്പോൾ ഈ റോട്ടിൽ പോകുന്ന ഏതെങ്കിലും സൗദിനെ പിടിച്ച് കാണിച്ചിട്ട് എന്നോട് ഇത് ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൗദി പേഴ്സണാലിറ്റി ആൻഡ് 1 Indian personality. Since this is an Indian show where Indian people do it, so of You course can speak in Malayalam. you can speak in Malayalam. Why? Simple tempo pop question. ഈ കുട്ടി അല്ല അയ്യപ്പ ആ ടോണിലാ പറഞ്ഞത്. You can speak in Malayalam. why should I only speak in Malayalam? I don't know. Like, English is the language where you all should it's a learn. universal language. യൂണിവേഴ്സൽ ലാംഗ്വേജ്. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പം ഇന്ത്യയിൽ എന്താ മാതൃഭാഷ എന്താണെന്ന് പറയാ? Mother tongue. No, national language. We don't have a national language in India. We had that was In Hindi. India. അത് ഞാൻ ഇപ്പോഴായിട്ട് അറിയുന്നത്. അതൊക്കെ പോയിന്ന് ഞാൻ ഇപ്പോൾ ഇന്നലത്തെ സോഷ്യൽ ക്ലാസ്സിനകത്ത് ഞാൻ കേൾക്കുന്നത് നമ്മൾക്ക് പോയിന്ന്. മുസ്തഫങ്ങളോ എല്ലാം അറിയുന്നുണ്ടോ? അതൊക്കെ പോയിട്ട് കൊല്ലങ്ങളായി. 1965 ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്കത് അവർ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഐ ഡിഡ് നോ. ഹിന്ദി ഹമാരാ രാഷ്ട്രീയ ഭാഷ ഹേ, ഹം ഹിന്ദി കോ ബഹുത് പ്യാർ കർത്തെ ഹേ എന്നായിരുന്നു നമ്മൾ പറഞ്ഞ ഇത്രയും കാലം. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇവരില്ലാന്ന് പറഞ്ഞ് ഞാൻ എവിടെ പോയി പഠിക്കും? കറപ്ഷൻ സോറി കറപ്ഷനോ ഡിസ്ക്രിമിനേഷൻ ഓക്കെ അല്ല ഡിസ്ക്രിമിനേഷൻ. ഹൗ ഇസ് ഇറ്റ് ഡിസ്ക്രിമിനേഷൻ? ഐ ഡോണ്ട് നോ. മിസ്കൺസെപ്ഷൻ. ഓഫ് എന്റെ വായന എന്തൊക്കെ മിസ്കൺസെപ്ഷനോ എന്റെ എന്താ പറയാ ഇതാക്കല് കൂട്ടി. ആ ഓക്കെ, മോളെന്താ കൺസെപ്ഷനോട് ഉദ്ദേശിച്ചെന്ന് പറയോ? അതൊന്നും എനിക്കറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ആ ഗെയിം. വളരെ ഈസിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു സൗദി പേഴ്സണാലിറ്റി, ഒരു ഇന്ത്യൻ പേഴ്സണാലിറ്റി. അപ്പം അല്ല ദോശ. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കുട്ടിയുടെ ഡയലോഗ് കൂടി ഞാൻ എടുത്തു. അപ്പൊ അതിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ ഞാൻ എടുത്തത് അതിന്റെ, അതായത് ആ ആളെ ഒന്നുകിൽ കണ്ണ് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ചീക്കിന്റെ ഏരിയ കാണിച്ചു കൊടുക്കും. എന്നിട്ട് സോഫിയക്ക് ഗസ് ചെയ്യണം അത് ആരാന്ന്. അതേപോലെ തന്നെ സോഫിയ ഗസ് ചെയ്യുന്നത് അത് ഞാനും പറയണം. ഇതിൽ 2 ആൾക്കാരെ സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 അല്ല 3. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. 2. പിന്നെ കുട്ടിയുടെ ഫോണിന്റെ ഗാലറിയിൽ ആരെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ. അത് ഈ സൗദി ആവട്ടെ ആരും ആവട്ടെ, ഓക്കെ, ഏതെങ്കിലും സെലിബ്രിറ്റീൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഉണ്ടാവും. അപ്പം 3 എന്നാലുള്ളൂ നമ്മൾ കറക്റ്റ് ആവുള്ളൂ. കാരണം 2 ആവുമ്പോൾ ഇപ്പം നമ്മൾ സ്കോറിൽ പ്രീവിയസ് 2 എപ്പിസോഡിൽ ഗെയിം കളിച്ചതിൻ്റെ സ്കോർ എന്ന് വെച്ചാൽ 2 and 1 ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 3 റൗണ്ട്സ്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നു. അപ്പം ഈ ക്യാമറ ഒന്ന് സൂം ഇൻ ചെയ്യണം എൻ്റെ ഫോണിലോട്ട്. സോഫിയ തിരിഞ്ഞിരിക്കണം. സോഫിയ ഇപ്പോൾ തിരിഞ്ഞിരിക്കും. ആൻഡ് യു കാൺ ടേൺ, കാരണം നമ്മൾ ലാപ്ടോപ്പിൽ ലൈവ് പോകുന്നതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി എ ബുദ്ധിമുട്ട് ഫോർ മീ. ഓൾറൈറ്റ്. സോ ഇതാണ് ആദ്യത്തെ ആള്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, കാരണം ഇത് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ പിക്ചർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കഴിഞ്ഞ കുട്ടി. ഓക്കെ, ഇതാണ് ദ ഒറിജിനൽ പേഴ്സൺ, ദ വെരി ഗ്രേറ്റ്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് വിൽ ഷോ ഇറ്റ് ടു സോഫിയ. അയ്യോ, സോഫിയ തെസ്നി. ഓക്കെ, സോഫിയ ടേൺ. ഡോണ്ട് ലുക്ക് എനിവേ. Okay, once more. There's a picture. Now you can look. പടച്ചറപ്പേ. ശരിക്കും ഉണ്ടോ? ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിടട്ടെ. ഇനി അതിന് നമ്മൾ ബ്രൈറ്റ്നസ് കാണിക്കാത്തോണ്ട് ഇനി സോഫിയ കണ്ടില്ല എന്ന് പറയണ്ട. അബ്ദുൽ അസീസ്, അബ്ദുള്ള, ഫൈസൽ, ഇവിടെ ഇപ്പൊ ആരൊക്കെ മുസ്തഫങ്ങൾ, അതായത് 3 മുസ്തഫങ്ങൾ, 4 അബ്രാർ, 5 സോഫിയ. ഒരാളെ പേര് പറയൂ കുട്ടി. ഓക്കെ, അപ്പൊ ഗസ് ചെയ്യൂ ഇത് ആരാന്ന്. അതായത് വാട്ട് ഈസ് ഹി? കിങ്. കിങ്. ഓക്കെ, റൈറ്റ് ആൻസർ. ഏത് കിങ്? ഇറ്റ്സ് നോട്ട് അബ്ദുള്ള. അല്ല, എനിക്ക് ഉറപ്പാണ് എന്ന് തോന്നുന്നു. ഓക്കെ, ഫൈസൽ. നോ, അബ്ദുൽ അസീസ്. ഉറപ്പിച്ചോ? ഓക്കെ, സോഫിയ ലോക്ക് ചെയ്തിരിക്കുന്നു. ലോക്ക് ചെയ്യുന്നു. എത്ര ലക്ഷം രൂപയ്ക്ക്? 1 lakh rupees സോഫിയ, സ്റ്റാൻഡപ്പ് സോഫിയ. സോഫിയ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആര്? ഉത്തരം തെറ്റാണ്. അബ്ദുൽ അസീസ്.
ഒരു ഓപ്ഷനൊക്കെ തരികയാണെങ്കിൽ പിന്നെയും സഹിക്കാം. ഇല്ല, ആകെ കുറച്ച് രാജാക്കന്മാരും ഉണ്ട് സൗദി അറേബ്യയില്. കുറച്ചോ? ഇറ്റ്സ് ലെസ് ദാൻ 10. ഐ ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയാത്തെ. ഓ ബുദ്ധിയുണ്ട് എനിക്ക്. ബ്രഹ്മി അല്ല, എന്താ ഹോർലിക്സ് അല്ല, എന്താ? ഈ പറ ആൻസർ. ഓക്കെ, ദ ആൻസർ ഈസ് Don't say it's Faisal because I already said the answer and മലിക് ഫൈസൽ. Astaghfirullah. ഇത് തന്നെ ഒന്നുമല്ല, അതുകൊണ്ട് അവളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി കുറെ ചോദിച്ചത്. I said Abdullah. Abdullah അല്ല ഞാൻ പറഞ്ഞു. Abdul Aziz or Faisal. I said. സോഫിയ പറഞ്ഞത് ഇസ് ഇറ്റ് അബ്ദുള്ള, അബ്ദുൽ അസീസ്, ഫൈസൽ, ഫഹദ് എന്ന് പറഞ്ഞു. കാരണം ബാക്കിയുള്ള പേര് സോഫിക്ക് മറന്നുപോയി ഒന്നും. ഓക്കെ, ഈ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നതിനെക്കാട്ടും ക്ലിയർ ആണ് ഈ പിക്ചർ. ഞാൻ കണ്ണിന്റെ അവിടെ ഞാൻ കുറച്ചും കൂടിയും ഇതിങ്ങനെ കണ്ണിന്റെ അവിടെ കണ്ടു കുറച്ചും കൂടി ഞാനത് ഇങ്ങനെ കാണിച്ചിട്ട് സോഫിക്ക് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് സോഫിയ പറഞ്ഞില്ല സോഫിയ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഓക്കെ, ഞാൻ കാണിക്കാൻ പോകുന്ന ആള് ന്യൂ ജനറേഷൻ ആണ് കേട്ടോ. ന്യൂ ജനറേഷൻ ഡോണ്ട് ടേൺ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നീ എഡിറ്റ് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് അത് എഡിറ്റ് കൺവേർട്ട് ടു ഒറിജിനൽ. അല്ല, അത് ഞാൻ കൺവേർട്ട് ചെയ്തത് കാണിച്ചു ബിക്കോസ് ഐ ഓൾറെഡി ഡിഡ് സോ. मिले हो तुम हमको बड़े नसीबों से, सोफिया यू आर माय बेस्ट फ्रेंड. This is the person. കഴിഞ്ഞോ? ഒരു മിനിറ്റ്. ഈ കുട്ടി എന്താ സാമ്പാർ ഉണ്ടാക്കുക? ഞാൻ ഈ നേരം കൊണ്ട് സദ്യ ഉണ്ടാക്കും. കഴിഞ്ഞോ? ഞാൻ തിരിയട്ടെ? ലാപ്ടോപ്പിലല്ലോ. അതൊക്കെ ഞാൻ കൺവേർട്ടഡ് പിക്ചർ അല്ല, പക്ഷേ ക്രോപ്ഡ് പിക്ചർ കാണിച്ചു കൊടുത്തില്ല. Oh, this is too much identical. You can identify it so fast. Oh my god. Okay. All right. ഇതാണ് പിക്ചർ. Who is this? ഈ കുട്ടിയെ കിണറിൽ കൊണ്ടിടൂ. I know this is easy. Zayn Malik. Yes. And I get a point. നിങ്ങളില്ലേ, നിങ്ങളിപ്പോ Okay, അടുത്തത് ഉറപ്പായിട്ടും you will not get. ഇപ്പൊ I have 4 3 റൈറ്റ്. 3 ആദ്യത്തത്, 2 ആദ്യത്തത്, 2 ആദ്യത്തത്. Then you didn't answer my question, so I get that point. Then now so 4 point. 3 is better. മുസ്തഫ അങ്കിൾ ഈ കുട്ടീനെ ഞാൻ All right, okay, 4 എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ബാറ്ററി തുടങ്ങാൻ പോകണം. കാരണം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ എന്ന് ലാലു മീഡിയയുടെ ക്വിസ് ടൈം വിത്ത് അബ്രാൻ സോഫി സ്റ്റോപ്പ് ചെയ്യുന്നു, ആ ദിവസം നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് ഇഫ് ഐ വിൻ ഐ വുഡ് ബി ഗിവിംഗ് സോഫിയ വുഡ് ബി ഗിവിംഗ് മീ എ ഗിഫ്റ്റ് ആൻഡ് ഇഫ് ഷീ വിൻസ് ഐ വിൽ ബി ഗിവിംഗ് ഹർ. അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് only shown the eyes. എന്നാലും എനിക്കിത് മനസ്സിലാവുമായിരുന്നു. You saw it actually. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തപ്പോൾ കണ്ടു തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് കുട്ടി ഇങ്ങനെ അവൾ എന്റെ റൂം വന്നിട്ട് ഇങ്ങനെ ആക്കി, എന്നിട്ട് ഞാനിങ്ങനെ കാണാനാ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് എ ബാറ്റിൽ. ഓക്കെ, വേഴ്സസ്. ഓക്കെ, സോ നിങ്ങൾ കമന്റ് അടിക്കണം ഓൾ ആർ വ്യൂവേഴ്സ് വെദർ നിങ്ങൾ ടീം അബ്രാർ ആണോ ഓർ സോഫിയ ആണോ എന്ന്. ഞാൻ സ്പെല്ലിങ് രണ്ടാമതും ഇവിടെ ആക്കാം, ടൈപ്പ് ചെയ്യാൻ. ആക്ച്വലി ക്വസ്റ്റ്യൻസ് അല്ലാത്ത ഈ ഗെയിം കണ്ടുപിടിക്കുന്നത് അബ്രാർ, ചെയ്യുന്നത് അബ്രാർ. അപ്പൊ അവക്കല്ലേ കിട്ടുള്ളൂ. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സോങ്സ് ഓർ എനിത്തിങ്. ഒറ്റ മിനിറ്റ്, ഞാൻ പറഞ്ഞു സോഫിനോട് ആരെയാണ് എടുക്കണ്ടേന്ന്. പക്ഷെ എനിക്ക് ആകെ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ അതൊന്നും എന്റെ പ്രശ്നമല്ലല്ലോ. ലാപ്ടോപ്പ് കൂടുതൽ കുത്തണ്ട. ഓക്കെ, ഇതില് നിങ്ങൾ എഴുതല്ല, നിങ്ങൾ അത് നമ്മളിപ്പോൾ ലാലു മീഡിയയുടെ ലാലു സൗണ്ട്സ് എന്ന് അടിച്ച മെസ്സേജിന്റെ ടീം അബ്രാർ ആണെങ്കിൽ ടീം അബ്രാറിന്റെ മെസ്സേജിന് ലൈക്ക് ചെയ്യുക, സോഫി ആണെങ്കിൽ സോഫിയുടേതിന് ലൈക്ക് ചെയ്യുക. നോക്കട്ടെ. ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനെയല്ല അതാരത്? ഷെരി ബിൻത് മുസ്തഫ. ശരി, മുസ്തഫങ്ങളുടെ മകളാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനാണ് ഇപ്പൊ ലീഡിങ്ങില് ആണ്. ഞാനാണ് ഇപ്പൊ ലീഡിങ്ങില്. ടീം അബ്രാർ. ആരാ ഷെരി ബിൻത്? I don't know, someone. ഷെരീൻ ഇസ് മുസ്തഫങ്ങളുടെ മകള്. Are you sure? അല്ല മുസ്തഫങ്ങളെ ശരി. കണ്ടോ? I know. ഞാൻ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അറിയും. കുട്ടി നിങ്ങൾ ഇങ്ങനെ റിമോജി ഇടല്ലേ, നിങ്ങൾ ഞങ്ങളെ മെസ്സേജിന്റെ അവിടെ ടൈപ്പ് ചെയ്യൂ, അല്ല ലൈക്ക് ചെയ്യൂ. മെസ്സേജിന് ഞങ്ങൾ ടീം അബ്രാർ ഓർ സോഫിയയിൽ ഉള്ള ആ സംഭവത്തിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അപ്പൊ സ്കോർ എല്ലാം കൂടി ഒന്നും കൂടി പറഞ്ഞു തരാം. 4 and എത്രയാണ്? 1. I'm gonna lose this.
അല്ലേ ഒരു ലൈക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ I got 2 likes, I guess. You got 1. അല്ല It is. Look. അതെയാണ് അത് ഒളിച്ച്. ഗായ്സ്, ഞാനാണ് ലീഡിങ്ങില്. ഞാൻ But people like me more. എന്താ ചെയ്യാ? നിങ്ങൾ എന്താണ് ഇത്? എന്തോ മിസ്കൺസെപ്ഷൻ ആണ്. കുട്ടി മിസ്കൺസെപ്ഷൻ്റെ വേർഡ് ഡിക്ഷണറി ഒന്ന് പോയിട്ട് നോക്കോ. എനിക്ക് അത് നോക്കാൻ നേരമില്ല. അത് എൻ്റെത് എന്താന്നാണ്. ഓക്കെ സ്റ്റേ സ്ട്രോങ്. ഓക്കെ നിങ്ങളിതിന്റെ വാശിയായിട്ട് പിന്നെ ഈ കുട്ടീനെ ഞാൻ തോൽപ്പിച്ചിട്ടാണ് Oh, you got 2 as well. കണ്ടോ, ആൾക്കാർക്ക് തന്നെ അറിയാം. ഓക്കെ നെക്സ്റ്റ് തിരിഞ്ഞോ. ഓക്കെ നെക്സ്റ്റ് വൺ ഞാൻ ആരെയാണ് എടുത്തത്? ഇത് സോഫിയ ഇല്ലേ, തല അവളെ തല ഇങ്ങനെ കുത്തി നിന്നാൻ കൂടി അവള് മനസ്സിലാക്കൂല. നോക്കട്ടെ. ഞാനല്ല, ഞാൻ യു ആർ ഷോയിങ് മൈ പിക്ചർ. റൈറ്റ്. ഞാൻ പറഞ്ഞ തല കുത്തി നിന്നാൽ കൂടി. എനിക്കറിയില്ല. ഐ തോട്ട് യു ആർ ഷോയിങ് മൈ പിക്ചർ. ഓക്കെ ഈ പിക്ചറാണ് എഡിറ്റഡ് പിക്ചർ. എത്ര മതി. ഓക്കെ ദിസ് ഈസ് എഡിറ്റഡ് പിക്ചർ. ഇനി ആളെ പിക്ചർ ഒറിജിനൽ ഇതാണ് കേട്ടോ. Can I turn? മുസ്തഫ അങ്കിളെ ഇതെന്തോന്ന് സൂമാ. ഓക്കെ റൈറ്റ് നൗ വെയിറ്റ്, ഡോണ്ട് ടേൺ, ഐ വിൽ ഹാവ് ടു എഡിറ്റ് ഇറ്റ്. You show first edited picture. I mean the unedited one. വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. All right. ഓക്കെ Do I turn? ഓക്കെ Do I turn? യാ. Oh my god. Is this an Indian? അതൊന്നും എനിക്കറിയില്ല. You said to take an Indian, okay? This is not an Indian. I said out of 3, right? Out of 3. It could be anyone. Dubai no എല്ലാവരാണെങ്കിലോ? അതൊന്നും എനിക്കറിയില്ല. It looks like a Dubai person. I mean Dubai. Emirati? Yeah, it does. No. No? I'll give you an option. Turkey? No, not Turkey. He is Kuwaiti. Hamaki ആണോ? Hamaki is Misri. Stuff. No. What is he? Egyptian. He's an Egyptian. Yeah, Misri only. He's a Misri. This is what? എന്നാൽ ഇവിടൊക്കെ കണ്ടുകണം. It's not an Emirati, all right. Wallah, he's an Emirati. അല്ല സോറി, കുവൈറ്റി. ഇത് നിങ്ങളൊരു കാര്യം കേൾക്കണം. ഈ സോഫിയ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഷി മസ്റ്റ് നോ ദിസ് ഗൈ. You always talk about Hamaki. ഹമായിനെ ഞാൻ ടോക്ക് ചെയ്യും, അത് വേറെ കാര്യം. ഞാൻ കുറേ ആൾക്കാരെ പറ്റി ടോക്ക് ചെയ്യും, അതും വേറെ കാര്യം. പക്ഷേ ഐ ഗിവ് യു എ ക്ലൂ. ഹീസ് എ മ്യൂസിഷ്യൻ, ഹീസ് എ സിംഗർ. അതിപ്പോ കണ്ടപ്പത്തന്നെ മനസ്സിലായി. കണ്ടപ്പത്തപ്പ സോഫിക്ക് മനസ്സിലായിട്ടോ. കണ്ടത്തപ്പ കമന്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യൂ പ്ലീസ്. എന്താണ്? I got 3 and you got 2. നിങ്ങൾ എന്താണ്? അല്ല നിങ്ങൾ ഇനി ചെയ്താലും എനിക്ക് പ്രശ്നം. ഞാൻ വാശിയിൽ ഇതിൽ ഞാൻ ജയിക്കും മക്കളെ, ഞാൻ ജയിക്കും. എന്താണ്? ഓക്കെ അതാരാണ് പറയൂ. കുറച്ചൊക്കെ ക്ലൂ താടോ. ഞാൻ 2 ക്ലൂ തന്നു. ഹി ഇസ് എ കുവൈറ്റി. വേറെ എന്തെങ്കിലും ക്ലൂ താ. പേര് ഇപ്പൊ ഞാൻ പറയുന്നില്ല. പറഞ്ഞാ പിന്നെ സന്തോഷം. He is a Kuwaiti. A musician from years, I think more than a decade. That's your 3rd clue. And I talk about him all the time. I listen to his songs all the time. So here. ഇവിടെ എന്തൊക്കെ അടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. നെറ്റില്ല, ഞാൻ എന്താ അടിച്ചു നോക്കാൻ? അതൊന്നും എനിക്ക്. Who is this? Come on, you don't have much time. Tick tick 1. Tick tick 2. Tick tick. Do you give up? Yeah. നിങ്ങൾ കണ്ടോ, നിങ്ങൾ ആർക്കായി ലൈക്ക് അടിച്ച് ഈ ഗിവ് അപ്പ് ചെയ്യുന്ന ഈ സാധനത്തിന്? Because I don't know. Okay, so this guy is Hussein Al-Jismi. لبركة كامها أصاملها أصاد الدنيا هتقولها. Remember? Yeah. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതിങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ഈ സംഭവം ഇങ്ങനെയാണ്. എന്ത് ഞാനിപ്പം ഏതോ ഒരു സിംഗർ ജസ്റ്റ് ടൈപ്പ് ഹുസൈൻ അൽ ജിസ്മി. ഒരാൾ കമന്റ് ഇട്ടു കണ്ടോ? നോക്കിയാ മതി. ഫേമസ് സിംഗർ. ഞാൻ വിചാരിച്ചു ജിസ്മി ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ലിസൺ,
ഇപ്പൊ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഏതോ ഒരു ഈജിപ്ഷ്യൻ സിംഗർ അത് ഏതോ ഒരു അറബ് സിംഗർ എടുത്തിട്ടാണ് സോഫിയക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ. ഈവൻ ഇഫ് വി ആർ നോട്ട് ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലും ഇവളെ വീട്ടിലും അവൾ അങ്ങനെ ലൈക്ക് ഡിഫറെൻറ്റ് ഹൗസസ് ആണെങ്കിൽ പോലും 24/7 വി ഫേസ് ടൈം ടോക്ക് അബൌട്ട് ദ മോസ്റ്റ് റബ്ബിഷ് തിങ്സ് യു വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ ലൈക്ക് മെറ്റ് ഗാലയിൽ കിം കർഡാഷ്യൻ ഇസ് ദാറ്റ്, കിം കർഡാഷ്യൻ ഇസ് ദിസ്, ഓൾ ദോസ് ലേഡി ഗോസിപ്സ്. ഓക്കെ അപ്പം അങ്ങനത്തെ ഒരാൾ ഒരു പൊട്ടത്തി ഹുസൈൻ ആൻഡ് ജസ്മിയുടെ പാട്ട് ഈവൻ ഷീ ലിസൺസ് ടു ദം ആൻഡ് ഷീ ഫോർഗോട്ട്. What a friend. I'm disappointed. തോന്നിയില്ല, എന്ത് ചെയ്യാനാണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച ആളാണ്. ഞാൻ ഗോണ ഷോ യു ആൻഡ് ഇഫ് യു ഡോണ്ട് ഗെസ് ദിസ് അത് വല്ലാതെ ഷെയിം. നമ്മൾ സ്കൂളിൽ പഠിച്ച ആളാണ്. Okay. നോട്ട് സ്കൂളിൽ ബട്ട് മേ ബി. So I get 5 points. Team Turn. നിങ്ങളുടെ ടീം സോഫിയ. ടേൺ. Okay. ഛേ. गुलाबी आंखें जो तेरी देखी शराबी He's a ये Buddha दिल though. हो गया. നല്ല വയസ്സായിട്ടുള്ള ആളാണ്. This is all enough to understand who. മുസ്തഫങ്ങളില്ലടോ സോഫിയ. സൂം ചെയ്യുമ്പോൾ ഫോട്ടോ എന്റെ ചുണ്ടുമൊക്കെ അങ്ങനെ സൂം ചെയ്യണ കണ്ടു. Right, yeah. ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിച്ചതാണ്. ഇറ്റ്സ് വെരി ഈസി. എന്നാ ഞാൻ വേറൊരാളെ. അപ്പൊ എനിക്ക് എത്ര പുസ്തകങ്ങള് 6 കേട്ടോ. നിങ്ങൾ കൗണ്ട് വെച്ച 6 1. ഈ കുട്ടി പൊട്ടത്തെറ്റ മൊത്തം. നിങ്ങൾ എല്ലാരും സോഫിയനല്ലേ സപ്പോർട്ട് ചെയ്ത, നിങ്ങൾ അങ്ങനെ തന്നെ വേണം കേട്ടോ. നിങ്ങക്ക് ഉസ്താദ് ഷെഹനായി പ്ലെയർ ആണ്. ബിസ്മില്ലാ ഖാൻ എന്നാണ് പേര്. ഷെഹനായി ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല സോഫിയുടെ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോ ഈ സോഫി എന്തെങ്കിലും മമ്മൂട്ടി ഗാലറിയിൽ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതാണ് മൂന്നാമത്തെ ആള്. നോക്കട്ടെ. അപ്പൊ അടുത്തത് ഞാന് സോഫിയക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഞാൻ ആദ്യം ഒറിജിനൽ പിക്ചർ കാണിച്ചു തരാം. തിരിയൂ സോഫിയ, തിരിയൂ. സോറി. ഇത് സോഫി. ഓക്കെ, ഈ പിക്ചർ സോഫിക്ക് ഗസ് ചെയ്യാൻ ഈ സോറി മുസ്തഫ ക്യാമറ ഇങ്ങോട്ടാക്കൂ. ഓക്കെ, ഈ കുട്ടി എന്നിട്ട് ആ കുട്ടി കണ്ടു. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ആളെ സോഫിക്ക് അറിയായിരിക്കും, പക്ഷെ ഇയാളെ പേര് സോഫിയ ഗസ് ചെയ്യുന്നതല്ലേ എനിക്കൊരിതില്ല. ചിലപ്പോൾ ഇയാളെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗസ് ചെയ്യുമായിരിക്കും, പക്ഷേ ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗസ് ഹിം. ദാറ്റ്സ് ഫോർ ലൈക്ക് 100% ഷുവർ സോഫിയ. ഞാൻ വേറെ ആരും സെലിബ്രിറ്റി ഉണ്ടോ നോക്കട്ടെ എൻ്റെ ഫോണിൽ. ഓക്കെ, എഡിറ്റ് പിക്ചർ ഇതാണ്. ഓക്കെ, ബാ സോഫിയ ബാ. ഞാൻ സോഫിയ ബാ. വെയിറ്റ്, ഇത് സിനിമ നടനാണോ? യാ. അല്ലു ശ്രിഷ് ആണോ? ആര്? ലൈക്ക് അല്ലു അർജുൻ്റെ അയ്യേ അല്ലേ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. യു ക്യാൻ whatever. കുറച്ചുകൾ കണ്ണുത്തുള്ളൂ. You have to. If you think this is what Allu, that guy, I know the name. Whatever, I know who is Allu Arjun's brother. I know who is Allu Arjun's brother, his uncles and all. If you think this is he, I don't think so. But if you think, you will have to lock it. Say the full name. You can't like ഇത് മറ്റവൻ്റെ ബ്രദർ, ഇത് അവളെ സിസ്റ്റർ, മറ്റേ അമ്മായിയുടെ മകള്, അപ്പച്ചിയുടെ പേരക്കുട്ടി എന്നൊന്നും പറയാൻ പറ്റും. അല്ല, നിങ്ങൾ ആ സ്റ്റേജ് പൊളിക്കുമല്ലോ. ഞങ്ങൾ പൊളിച്ച് അടക്കും ഇപ്പൊ. You might be correct, you might be not. I'm just saying. Like he does look. ഞാൻ ഏതോ പണ്ടത്തെ, I mean പണ്ടല്ല, കുറച്ച് കാലം മുന്നേ കണ്ട ഫിലിമെത്താ. എനിക്ക് അത്ര വിശ്വാസമില്ല. Why? ഇത് കുറച്ച് മൂക്കെങ്കിലും കാണിക്കണോ? മൂക്ക് കാണണ്ട. മമ്മൂക്കയുടെ അവള് ഇങ്ങനെ ഒരു കണ്ണ് മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ. അയാൾക്ക് ഇപ്പൊ പ്രായം ആയതുകൊണ്ട് മൊത്തം കണ്ണുമലൊക്കെ മറ്റേ ഇത് വന്നിട്ടുണ്ട്, വൈറ്റ് ഹെയർ വന്നിട്ടുണ്ട്. ഐബ്രോ യു മീൻ? കാണട്ടെ. കടോ
This is Hamai. Muhammad Hamai. എനിക്ക് ഇങ്ങോട്ട് കാണിക്കണോ? ഇതാണ് സോഫി നേരത്തെ പറഞ്ഞ ഹമായി. ഓക്കെ. ടിക് ടിക് 1. നിക്ക് നോക്കട്ടെ. ടിക് ടിക് 2. ടിക് ടിക് 3. Wait. ഒരു clue. You didn't even give me a clue. He's an actor. അത് മനസ്സിലായി. He's a മലയാളം ഫിലിം ഇൻഡസ്ട്രി, തമിഴ് or South India. മലയാളം. South India because he has acted in Malayalam, Tamil, Telugu all. So that is why. ഹിന്ദി. Hindi I don't know. I'm not sure. But Hindi song. ദുൽഖർ, ടൊവിനോ, ഇനി പറയാനുള്ളത് മലയാളത്തിലല്ലാതെ ആക്ട്. He's a South Indian actor. Has done Tamil, Telugu, Malayalam, Kannada films. Hindi also I think. Not sure with the Hindi one. ഹിന്ദി ചെയ്ത ആകെ ദുൽഖർ സൽമാൻ മാത്രമേ ഉള്ളൂ. Wait, let me think. He has done. Yes, Hindi ഒരു ഫിലിം ചെയ്തിരിക്കണം. ഫിലിം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ പാട്ട് സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വൺ മോർ ക്ലൂ. ഈ ക്ലൂ കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യില്ല. ഹി ഹാസ് ഡൺ എ മൂവി വിച്ച് ദുൽഖർ ഹാസ് ഡൺ. അതായത് ദുൽഖർസ് വൺ ഓഫ് ദ മൂവി ഹി ഹാഡ് ഡൺ ദാറ്റ് ഇൻ തമിഴ് ഓർ തെലുഗു ഐ ഗെസ്. ഈസി മറ്റേ അല്ലാ. I forgot his name. എനിക്ക് തോന്നുന്നുണ്ട് ഈ One. Tick tick 2. Guys, Team Abrar is winning. നിങ്ങൾ I don't care. കാരണം നിങ്ങൾ എന്നെ വാശി പിടിപ്പിച്ചു, then I will win. Okay. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. You give up. ദേവർ കൊണ്ട് ഇങ്ങനെ സംഭവമാണോ? No. എന്നാ പിന്നെ ഞാൻ പോട്ടെ. He is ദുൽഖർ സൽമാൻ എന്ന് പറയരുത്. അല്ലു സിരീഷ്. അപ്പൊ അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. ഞാൻ കുട്ടീനോട് പറഞ്ഞു ഇഫ് യു തിങ്ക് ഹി ഈസ്. ഞാൻ കണ്ടപ്പോ പറഞ്ഞില്ലേ ഇറ്റ് ഈസ് അല്ലു ശ്രീഷ്. You said Srish something. So I said അല്ലു അർജുൻ്റെ അനിയൻ അല്ലു ശ്രീഷ്. ക്യാമറയിൽ നിങ്ങൾ കാണാൻ ഞാൻ ഐ വെരി എന്താ പറയുക ക്ലിയർലി ഐ സെഡ് യു ഇഫ് യു തിങ്ക് അല്ലു അർജുൻ്റെ ബ്രദർ ആണെങ്കിൽ യു ഹാവ് ടു സേ ഹിസ് ഫുൾ നെയിം. Full name എന്താ? അല്ലു ശ്രീഷ് ബാക്കി എന്താ പറയുക? അല്ലു സിരീഷ് it is. And what did you say? അല്ലു ശ്രീഷ് something. I said Srish. Srish. Yeah. അപ്പോൾ അത് ആരെ കുറ്റമാണ്? And also she is doing cheating. She can look. ഞാൻ ആദ്യം പറഞ്ഞോ അല്ലു അർജുൻ്റെ ബ്രദർ ആണെങ്കിൽ അയാളെ ഫുൾ പേര് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കേട്ടോ ഈ കുട്ടി സിരീഷ് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞാണ് ഫസ്റ്റ് സെക്കൻഡ്. പിന്നെ എനിക്ക് എയിം കേൾക്കണ്ടേ? ഈ കുട്ടിയുടെ മറ്റേ ബിഗ് ബോസിൽ കൊണ്ടുപോയിടാം പറ്റിയ സാധനം. ഓക്കെ സോ ഐ ഗെറ്റ് how many? 6 7. Oh, ഇത് ആക്ച്വലി കള്ളത്തരാണ്. ഫോർ പോയിന്റ്സ് യു ഡോണ്ട് ഗെറ്റ് യു ഷുഡ് ആക്ച്വലി കൗണ്ട്. എനിക്ക് കിട്ടാത്തതിന് യു ഷുഡ് കൗണ്ട്. you turn now. Even if I don't get yours, so you will also get a point. All right. Okay. എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യാതെ തന്നാൽ മതി. I win. I hope she doesn't get this one correct. എനിക്ക് കണ്ണ് മാത്രം കണ്ടെന്നുണ്ട് ഇത് മതി. അല്ല ഒരു മിനിറ്റ്. Done. ഒരു മിനിറ്റ്. This girl. I'm turning, okay? Wait. ഇത് കണ്ടിട്ട് മനസ്സിലാവുണ്ട്. എന്തൊരു കഷ്ടം. ടേൺ. പുസ്തകങ്ങളെ ഈ കുട്ടിനെ അടിച്ചു കൊല്ലാനുള്ള. വേറെ ഫോട്ടോ. You said me 2 and I took only 2. The CM of Kerala, Pinarayi Vijayan. Yeah, I don't have another picture, bro. See, ഇത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അബ്രാർ ഹബാബ് ആൻഡ് നിങ്ങൾ ഇങ്ങനത്തെ അല്ല ഈ പൊട്ടത്തി ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബുൾഷിറ്റ്. She said me only 2. അപ്പോൾ ഞാൻ അതെടുത്ത്. അപ്പോൾ 8-1. നിങ്ങൾ ഇപ്പോഴും ടീം അബ്രാർ അല്ലല്ലോ. ടീം എന്താണ് സോഫി അല്ല. അനുഭവിച്ചോളൂ. Okay, so I win. We അല്ല I win in this show. So do we wind up? Yeah, we'll ask one more question. Wait, my question പോയി. Okay, my question is Saudi Arabia Abdulaziz കയ്യിലാക്കിയ ആ പീരിയഡ് മുതൽ ഇപ്പം ഉള്ള 2021 വരെ എത്ര രാജാക്കന്മാർ സൗദി അറേബ്യ ഭരിച്ചിട്ടുണ്ട്? How many rulers have ruled in Saudi Arabia? Or how many kings have ruled in Saudi Arabia? So
ഹലോ സോഫിക്ക് ഐഡിയ ഉണ്ടോ? ആ അവൾ അതിന് നോക്കുക. അപ്പോൾ വാട്ട് ഇസ് എ കമൻറ്റ്? എന്നെ കൊണ്ട് വയ്യ നിസ്സാരങ്ങളെ. താങ്ക് യു. അവൾ നിങ്ങളെ സിമ്പിളാക്കി തന്നു, സഹായിച്ചതാണ്. അതാണ് നല്ല മനസ്സ്. ഓ എന്ത് ചെയ്യാനാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സിമ്പിളാക്കി ലിസൺ. ഞാനിപ്പോൾ ആർക്കൊക്കെ കൊടുത്തേ? ഞാൻ ആരൊക്കെ തന്നെ? ഒന്ന് ഹുസൈനുൽ ജിസ്മി. ആദ്യം ഞാൻ ആരെ കാണിച്ചേ? ആ സൗദി നാഷണൽ ഡേ ആയിട്ട് ഫൈസൽ, കിങ് ഫൈസലിന് ഞാൻ പറഞ്ഞു ഇവളോട് എന്താ പറയുക, നമുക്കിങ്ങനെ ചെയ്യാം. അപ്പം ഒരു സൗദി പേഴ്സണാലിറ്റി, അപ്പോൾ അതൊരു കുട്ടിക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം ഐ തിങ്ക് സ്റ്റാർട്ടിങ് ഫ്രം ക്ലാസ് 6 വി ഹാവ് ലേൺ SSC. പക്ഷെ വി ഡിഡ്ന്റ് ലേൺ അബൌട്ട് ഫൈസൽ. ആ ഫോട്ടോസ് ഒക്കെ ഡിഫറൻസ് ചെയ്യുന്നു. ആൻഡ് ഈ സൗദിയുടെ ഫോട്ടോസ് സത്യം പറഞ്ഞാൽ കണ്ടാൽ കുറച്ച് പാടാണ് മനസ്സിലാക്കാൻ. അപ്പം അത് ഞാൻ ഇവർക്ക് അറിയുന്ന ഒരു ആൻസർ ആയിരുന്നു. I said Faisal. Almost all the answer ഞാൻ ആൻസർ പറഞ്ഞിട്ട് ലോക്ക് ചെയ്തില്ല. ഞാനത് എൻ്റെ ഒരു ഇന്റലിജൻസ് വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഈ കുട്ടിക്ക് അറിയില്ല. അഫ്കോഴ്സ്. പിന്നെ എന്ത് യു ആർ സോഫിയ 1 മില്യൺ കിട്ടുന്ന ഒരു ഷോയിൽ പോകുന്നിട്ട് അവളെന്തെങ്കിലും പറയുന്നിട്ട് അവർ അങ്ങനെ തന്നെ 1 മില്യൺ എടുത്ത് കൊടുക്കും. ഞാൻ പോകുന്നില്ല. പിന്നെ ഞാൻ കാണിച്ചത് ഹുസൈനുൽ ജിസ്മി. അത് ഓഡിയൻസിനും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു സോഫിയ ഇൻഫാക്ട് യു ന്യൂ ഹൂസ് ഹുസൈനുൽ ജിസ്മി. അപ്പം അത് അവളെ മിസ്റ്റേക്ക്. പിന്നെ ഞാൻ ആരാ കാണിച്ചത്? അല്ലു സിരീഷ്. ഞാൻ അല്ലു ശ്രീ എന്താ പറയാ, അല്ലു സൃഷ് എന്ന് പറഞ്ഞപ്പോൾ ഷീ സെഡ് എന്താണ് അല്ലു അർജുന്റെ ബ്രദർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് യു തിങ്ക് നിനക്ക് തോന്നുകയാണ് അത് അല്ലു അർജുന്റെ ബ്രദർ ആണെന്ന് തോന്നുകയാണെങ്കിൽ കറക്റ്റ് പേര് പറയണമെന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ അവള് ആരെങ്കിലും കാണിച്ചത് ഇത് അവരുള്ളതാണ് മറ്റേതാണെന്ന് എനിക്ക് പറയാം. ബയോഗ്രഫി പഠിച്ചു വെക്കല്ല. പിന്നെ ഷെരീം ബിൻ മുസ്തഫ പറഞ്ഞിട്ടുള്ള 10 ആണ്. അല്ല, പിന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുള്ള റംലാണ്. റഹ്മ TC. കെമിസ്ട്രി ബോത്ത് ഓഫ് യു. ബയോളജിയും കെമിസ്ട്രിയും കൂടി പോയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആൻസർ. So Sophia, you have any questions or we'll wind up? 1 second. കുറച്ച് ടഫ് ഉള്ളത് ചോയ്ക്ക് സോഫി. കുട്ടി എന്നോട് ആകെ 2 പറഞ്ഞു. പിന്നെ 2 എടുത്തു തോന്നുന്നു. പിന്നെ ഈവൻ എൻ്റെ ഫോണിലും ഞാൻ ആദ്യം 2 പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ചെയ്യാം, എന്നാലേ ഉള്ളൂ നമ്മൾ ആദ്യത്തെ സംഭവം വെച്ചിട്ട് അത് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ അല്ലു സിരീഷിൻ്റെ എൻ്റെ ഫോണിൽ ആദ്യം കടന്നൊരു ഫോട്ടോ ആണ് ഞാനത് ജസ്റ്റ് കാണിച്ചത്. കുറേ സെലിബ്രിറ്റീസിൻ്റെ ഫോൺ നമ്മളെല്ലാവരും ഫോട്ടോയിലുണ്ട്. അല്ല, ഗാലറി എൻ്റെ ഫോട്ടോ അല്ല, എൻ്റെ ഫോണിലില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ. പിന്നെ അവൾ എനിക്ക് കാണിച്ചത് സെയിൻ മലിക്കിൻ്റെ ഒക്കെ ഒരു ടാറ്റു എന്തെങ്കിലും കാണിച്ചത് പിന്നെയും അത് ആലോചിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ഈ കുട്ടി കറക്റ്റ് കണ്ണു ഇങ്ങനെ കാണിച്ചു തന്നു. ദാറ്റ് ഈസ് നോട്ട് മൈ മിസ്റ്റേക്ക്. കണ്ണ് കാണിച്ചെന്ന കുട്ടിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ, സോഫി ആസ്ക് എ ക്വസ്റ്റ്യൻ. ക്യാമറ ഓഫ് ആ കൂട്ടി. In which year Saudi Arabia was qualified for the FIFA World Cup for the first time? അതാണ് ക്വസ്റ്റ്യൻ. ഫിഫ വേൾഡ് കപ്പിന് ആദ്യമായിട്ട് സൗദി അറേബ്യ ക്വാളിഫൈ ചെയ്ത ഇയർ ഏത്? 1990, 1994, 1998, 2002. ഇതിലേത് വർഷത്തിലാണ് സൗദി അറേബ്യ ആദ്യം ഫിഫ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയത്? സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇൻഷാല്ല ഞാൻ കുറച്ച് ഫിലിം ആൻഡ് മറ്റേ ബാക്കിയുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഗെയിംസ് ഒരുപാടുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിഡിൽസ് ചോദിക്കുമ്പോൾ മലയാളം റിഡിൽസ് ഞങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തൊക്കെ അർത്ഥമൊക്കെ ആയിപ്പോൾ നിങ്ങൾ തന്നെ നമ്മളെ കല്ലെടുത്ത് എറിയും. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ സോഫിയ 5 റിഡിൽസ്, പക്ഷേ ഇറ്റ് ഷുഡ് ബി കോമൺ ഇംഗ്ലീഷ്, നത്തിങ് ലൈക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഇംഗ്ലീഷ് അല്ല. വെരി കോമൺ ആയിട്ടുള്ള 5 റിഡിൽസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ സോഫി ക്വസ്റ്റ്യൻ ചോദിച്ചു. 1992 മെഹബൂബ ലത്തീഫ്, സോറി ഇറ്റ്സ് 1992 അല്ല, റഹ്മ TK 1994 ആൻഡ് ഇറ്റ്സ് ദി റൈറ്റ് ആൻസർ റഹ്മ. We should actually write Rahma TK's name. We will be writing inshallah. May I know the reason of it? May I know the reason of why you're having it in your hands? Because of something. All right.
അപ്പം റഹ്മ ടി കെ ആണ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഈസ് 1994. നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണ്? സൗദി നാഷണൽ ഡേ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഗ്രീൻ ഇട്ട് വന്നത്. നിങ്ങൾ കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചുതരാം എൻ്റെ ഗ്രീൻ എന്തൊക്കെയാണെന്ന്. അബായ ഗ്രീൻ, ഉള്ളിലുള്ള ടോപ്പ് ഇസ് ഗ്രീൻ. വി ഹാവ് ഐ തിങ്ക് ദ മാച്ചിങ് ഓൾമോസ്റ്റ് മാച്ചിങ് കളറുള്ള ഗ്രീൻ. പ്രിന്റ് ഇസ് ആക്ച്വലി ദ സെയിം. യാ, ദെൻ മൈ ഐ വാച്ച് സ്ട്രാപ്പ് ഇസ് ഗ്രീൻ. ദെൻ വാട്ട്? പിന്നെ ബാഡ്ജ്. അത് കാണിച്ചു. ബാഡ്ജ് ഐ ഡിഡ്ന്റ് ഷോ മൈ ബാഡ്ജ്. ഐ സെഡ് അബായ. My badge and my shawl. Full green. And my nail paint also. Focus. സോഫിയ എന്നെ നാണം കെടുത്തിട്ട് ഇറങ്ങും. ഈ ലൈറ്റ് മറ്റേ യക്ഷണ ലൈറ്റ് ഉണ്ടാവും ഇങ്ങനെ വാന്ന് പറഞ്ഞ്. ഓക്കെ, ഞാൻ സോഫിയയുടെ കണ്ടോ ഈ കുട്ടിയെ നോട്ട് അറ്റ് ഓൾ പച്ച ഷൂസ്. ആൻഡ് വൺ മോർ തിങ് ഗൈസ്, സൗദി നാഷണൽ ഡേ ആയതുകൊണ്ട് പറയാണ്, ഗോ ഗെറ്റ് യുവർ സൗദി ട്രെൻഡിങ് മാസ്ക്. ട്രെൻഡിങ് മാസ്ക് സാധാരണ ഒരു സംഭവമൊക്കെ ഒരു ആക്സസറി എന്തെങ്കിലും ഫേമസ് ആവുന്ന ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കാന്ന് വെച്ചാൽ കുറേ സെലിബ്രിറ്റീസ് ഇട്ടിട്ട്, ഇത് ഒരാൾ മാത്രം ഇട്ടിട്ട്. അതാരാണ് സോഫിയ? ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് സൗദ്. ഇതിന്റെ വൈറ്റ് ആൻഡ് ഗ്രീൻ പ്രിന്റ് ഉള്ളത് ഇട്ടു. മൊത്തം ഫേമസ്, ഫുൾ ഫേമസ്, എവരിവെയർ ഫേമസ്. സോഫിയുടെ ആൻസർ എന്തെങ്കിലും പറഞ്ഞോ? യെസ്, റഹ്മ ടി കെ. റൈറ്റ്, കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് സിൻസ് ഇറ്റ്സ് സൗദി നാഷണൽ ഡേ കമ്മിങ് അപ്പ്, വിൽ ജസ്റ്റ് പ്ലേ ദ നാഷണൽ ആന്തം, റെസ്പെക്ട് ദ കൺട്രി. ആൻഡ് ബിഫോർ ദാറ്റ് ഞാനും സോഫിയും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സൈൻ അപ്പ്. No. I myself, Abrar Habib, very thankful to this country for giving me all these opportunities. പിന്നെ ഇതേപോലത്തെ സ്റ്റുഡിയോസ്, പിന്നെ ഈ പരിപാടികൾ, ഇപ്പം ഇന്ത്യൻ നൈറ്റ്, പാകിസ്ഥാനി നൈറ്റ്, ഫിലിപ്പീനോ നൈറ്റ്, അതൊക്കെ നമുക്ക് ഒരു അലൗ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മൾ ഗവൺമെൻറ്, സൗദി ഗവൺമെൻറ് ആണ്. Now you are developing. അതെ, ഞാനിപ്പം വെയിറ്റ് ചെയ്യുന്ന 2030 വിഷനിലാണ്. നമ്മൾ നിയോം സിറ്റി, എക്കണോമിക് സിറ്റി, അവിടെ ഒന്നും ഇല്ലാത്ത സംഭവങ്ങളില്ല. കമ്പയറിംഗ് ടു ഇന്ത്യ, ഇറ്റ് ഈസ് not comparing to India, comparing to the comparing. whole, not comparing complete, but I'm going to be comparing the whole world. And because ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, പാട്ട്, ഡാൻസ്, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സൗദി അറേബ്യയിൽ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇപ്പം നമ്മൾ ഗവൺമെൻറ് has done all this things for us. So thank you Saudi Arabia. Thank you Malik Salman, and thank you Malik Mohammed bin Salman. So let's play, and all the previous kings as well. I request all the audience to stand up as well. سارعي للمجد والعليا مجد خالق السماء وارفع الخفاض أخضر يحمل النور المسطر ردد الله أكبر يا موطني عشت فخر المسلمين عاش الملك للعرب والوطن. سارعي للمجد والعليا مجدي لخالق السماء وارفع الخفاض أخضر يحمل النور المسطر رددي الله أكبر يا موطني عشت فخر المسلمين عاش الملك للعلم والوطن. Everyone, We used to sing this every morning. not sing. Sing, I mean recite. Right, okay. Once again, a very, very, very happy Saudi National Day To all from, of you. Yeah, to all From of you, us. from us, and Lalu Sounds, Lalu Media Media. Sounds, and all the people, the crew, everyone. Thank you so much. Thank This is Abrar And this is Sophia Tasneem signing off from Lalu Media, Little Star
Quiz Time with Abrar Abrar and and Sophia. Sophia. So please subscribe to our YouTube channel. Hit Follow the bell us. icon. Follow us on us. Instagram ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കണം. Follow our Facebook എനിക്ക് page. ലോഗിൻ ചെയ്യാൻ അറിയില്ലാന്ന്. Follow our Facebook page. Ah. Share it. Like it. ഷെയർ ചെയ്യണം നിങ്ങൾ. ഷെയർ ചെയ്തിട്ടുള്ള നമ്മൾ And do everything. Do everything. ഡു എവറിത്തിങ്. അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മുസ്തഫ അല്ല ബാക്കിയുള്ളത് നമുക്ക് അപ്പം നോക്കാം. അല്ല മുസ്തഫ എന്നും പറയും. സോറി. ഓക്കെ ബൈ.